ഭക്തനാവണ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തി സമ്പാദിക്കുക എന്നുള്ളതാ. ഭാഗവതത്തിന്റെ ഇന്നത്തെ വിഷയവും അത് തന്നെയാണ്. നമ്മുടെ വിഷയം വേദസാരം ഭാഗവതമാണ്. എല്ലാവർക്കും അറിയാം, ഭാഗവതത്തിൽ എപ്പോഴും കാണുന്ന ഒരു വാക്കാണ്, ഭാഗവതം പഠിക്കുന്നവരാവും മിക്കവാറും ഇവിടെ ഉള്ളവര്, സാരം ഗ്രഹിക്കുക. സാരമാണ് ഗ്രഹിക്കേണ്ടത്. എന്താണ് വേദസാരം ഭാഗവതം എന്ന് പറയാൻ കാരണം? നമുക്കൊരു കഥാസന്ദർഭത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. വലിയ ഒരു പ്രഭാഷണമൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ആരും. ഇതൊരു സത്സംഗമാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഒരു പ്രഭാഷണം ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട, ഒരു സത്സംഗം. അതിൽ നിന്ന് സത്തിനെ ഗ്രഹിക്കുക. സത്ത് പറയുന്ന ആളെ കുറിച്ചേ ഗ്രഹിക്കേണ്ട, അയാളെ തള്ളിക്കളയാം. എപ്പോഴും പറയും, മാസ്റ്റേഴ്സിനെ, ഗുരുവിനെ തള്ളിക്കളയണം. ഏറ്റവും ഒടുവിൽ ശിഷ്യൻ, സത്യാന്വേഷി, ഏറ്റവും ഒടുവിലത്തെ ഘട്ടം എന്താണെന്നറിയാമോ? ഗുരുവിനെ തള്ളിക്കളയുക, ഗുരുവിന്റെ ടീച്ചിങ്സിനെ സ്വീകരിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമാണ്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയൊക്കെ ജീവിത കഥകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഗുരുവാരായിരുന്നു? ഭവതാരിണി ദേവിയായിരുന്നു. തോതാപുരി വന്ന് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് നിർവികൽപ്പ സമാധിയിലേക്ക് ലയിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിന്നത് എന്താ? അതേ ഭവതാരിണി ദേവിയുടെ അതേ മാനസം, തൻ്റെ മനസ്സ് ഭഗവതിയിലേക്ക് സമർപ്പിച്ച് ആ ഭവതാരിണി ദേവിയുടെ രൂപമാണ് അദ്ദേഹത്തിന് തടസ്സമായിട്ട് നിന്നത്. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യേണ്ടി വന്നു? അവിടെ അടുത്ത് കിടന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് ഭ്രൂമധ്യത്തില് ആജ്ഞാചക്രത്തിൽ കുത്തി വേദനിപ്പിച്ചു. അപ്പൊ നല്ല പാകം വന്ന ഭക്തനായതുകൊണ്ടും ജ്ഞാനിയായതുകൊണ്ടും ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസന് അല്പം പോലും സമയം വേണ്ടി വന്നില്ല. ആ കുത്തി നിന്റെ ചിത്തത്തെ ഈ വേദനയിലേക്ക് ഒന്ന് ഏകാഗ്രമാക്കൂ എന്ന് പറഞ്ഞ സമയം തന്നെ നിർവികൽപ്പ സമാധിയിലേക്ക് ലയിച്ചു. പിന്നെ നമുക്കറിയാം, ദിവസങ്ങളോളം ജഡം പോലെ ഇരിക്കുകയായിരുന്നു. നമ്മള് ജഡഭരതോപാഖ്യാനം, ശരിക്കും ജഡഭരതോപാഖ്യാനം എന്നൊന്നും പറയാൻ പാടില്ല. ജഡമാണോ? അവിടെ ഭരതയോഗീശ്വരൻ ഒരു പേരൊന്നുമില്ല. ആ പഞ്ചമസ്കന്ധത്തിൽ ആ ഭാഗം വരുമ്പോൾ. പക്ഷെ നമ്മൾ പറയും ജഡഭരത യോഗീശ്വരൻ, ജഡഭരത യോഗീശ്വരൻ എന്ന് പറയും. വാസ്തവത്തിൽ വേറെ എന്തെങ്കിലുമാണ് പറയണ്ടേ. ഇതുപോലെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാത്മാവിനെ നമ്മൾ പേരില്ലാത്തത് കൊണ്ട് ജഡഭരത യോഗീശ്വരൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിലെ മാനിന് മുൻപുള്ള ജന്മത്തിലെ പേരെടുത്തിട്ടാണ് നമ്മൾ പറയുക. ആ ഭരത യോഗീശ്വരൻ എന്നുള്ള പേരിട്ട് ജഡഭരത യോഗീശ്വരൻ എന്ന് പറയും. അതുപോലെ ഇരുന്നു ആര്? ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സാധാരണഗതിയിൽ ഈ സത്സംഗങ്ങളിൽ വന്നാൽ ഇങ്ങനെയുള്ള മഹാത്മാക്കളെ സ്മരിച്ചാൽ മതി, നമുക്ക് വേണ്ടത് കിട്ടിക്കോളും. വളരെ എളുപ്പം നമുക്ക് കിട്ടേണ്ടത് കിട്ടും. കാരണം അത്ര സുലഭമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസനെ, ചട്ടമ്പി സ്വാമികളെ, ശ്രീനാരായണ ഗുരുദേവനെ, ഇതുപോലുള്ള നിരവധി മഹാത്മാക്കള് നമ്മുടെ നാട്ടിലെ സത്യം അനുഭവ തലത്തിലേക്ക് എത്തിച്ചവരുണ്ട്. അവരെ ഒന്ന് സ്മരിച്ചാൽ മതി, വളരെ എളുപ്പം നമുക്ക് കാര്യം ഗ്രഹിക്കാം. അപ്പൊ നമുക്ക് കഥാസന്ദർഭത്തിലേക്ക് ഒന്ന് കടക്കാം. വേദസാരം ഭാഗവതം. ബദരിയാശ്രമമാണ് കഥ തുടങ്ങണത് അല്ലേ? ബദരിയാശ്രമത്തിലെ വിശാല എന്ന പുരിയിലേക്ക് ഭാഗവതം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരു സംവാദ രൂപത്തില, ഒരു ഡയലോഗാ, ഒരു തർക്കമല്ല, ഒരു ഡയലോഗാണ്. എപ്പോഴും ഒരാള് ഇരുന്ന് ഈശ്വര കഥകൾ പറയും. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും ഇരുന്ന് കേൾക്കും. അത് കഴിയുമ്പോൾ കേട്ടിരുന്ന ആരെങ്കിലും അടുത്ത ആള് ഈശ്വര മഹിമയെ വാഴ്ത്താൻ തുടങ്ങും. വാസ്തവത്തിൽ ആർക്കെങ്കിലും ഈ ഈശ്വര മഹിമയെ വർണ്ണിക്കാനോ അല്ലെങ്കിൽ അതിനെ വേണ്ടതുപോലെ പറയാനോ സാധിക്കുമോ? ആചാര്യന്മാർ പറയും, പണ്ടത്തെ എൻ്റെ ഗുരുനാഥൻ പറയും, ബാലേലി ഗുരുനാഥൻ പറയും, ഈ ഭാഗവത മാഹാത്മ്യം പറയാൻ പുറപ്പെട്ടാൽ അത് വിട്ടിದ್ದಾവൂത്രേ. എന്താ കാരണം? ഭാഗവത മഹിമ പറയാൻ പോലും സാധിക്കില്ല. അതാണ് അതിൻ്റെ അത്രയ്ക്കുണ്ട്, അതിൻ്റെ ആഴവും പരപ്പും. അപ്പോൾ അത് വർണ്ണിക്കാനായിട്ട് പുറപ്പെടുക എന്നുള്ളത് തന്നെ അബദ്ധവും. അപ്പൊ അതുകൊണ്ട് ഒന്ന് സ്പർശിക്കാൻ ശ്രമിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ ഭാഗവത മഹിമയിലെ ഒരു ആദ്യത്തെ കഥയാണ് ബദരിയാശ്രമത്തിലേക്ക് സനകാദി യോഗീശ്വരന്മാർ. അറിയാമല്ലോ, എന്നും 5 വയസ്സായ കുട്ടിയുടെ ശരീരമുള്ള ആ സനകാദി യോഗീശ്വരന്മാര്, കോടി സൂര്യ സമപ്രഭയുള്ളവര് അവിടേക്ക് ആഗതരായി. ലക്ഷ്യമെന്താ? സാധുസംഗമ. ഒരു മനുഷ്യനായാൽ ആദ്യം നമ്മളിപ്പോൾ പല സുഖങ്ങളുടെയും പുറകെ ഓടും. കുറേ ഓടി കഴിയുമ്പോഴായിരിക്കും, ഇപ്പൊ ഇവിടെ തന്നെ എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമുക്കിത് ശീല. എന്താ കാരണം? ഈ സ്പിരിച്വൽ ആസ്പിരന്റ് ആവുക അല്ലെങ്കിൽ സ്പിരിച്വൽ ആസ്പിരേഷൻ, സത്യാന്വേഷി ആവുക എന്നുള്ളത് വളരെ കുറച്ച് പേര്. ഇപ്പൊ എത്ര 700 കോടിയോ എത്ര കോടിയുണ്ട് ലോകത്ത്? വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ സത്യത്തെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അതിൽ തന്നെ വളരെ ചുരുക്കം ആളുകളാണ് തീവ്രമായിട്ട് പരിശ്രമിക്കുക. എവിടെയാണ് ഈ സുഖം? എല്ലാവരും പറയുന്നുണ്ട്, ഹൃദയമധ്യത്തിൽ അന്തര്യാമിയായി ഗുരുവായൂരപ്പൻ ഇരിക്കുന്നു, ഭഗവതി ഇരിക്കുന്നു.
നമ്മൾ നിശബ്ദതയിലേക്ക് യാത്ര ചെയ്താൽ, പവർ ഓഫ് സൈലൻസിലേക്ക്, ധ്യാനത്തിലേക്ക് കടന്നാൽ അനുഭൂതിയുടെ ഒരു തലം നമുക്ക് തുറന്നു കിട്ടും. അപരോക്ഷ അനുഭൂതി അനുഭവിക്കാം. വെറുതെ ഇരുന്നാൽ തന്നെ നമ്മുടെ ശിരസിൽ ആനന്ദത്തിന്റെ മധു, സുധാവർഷം നടക്കുന്നുണ്ട്. ഓരോ ശ്വാസവും വലിച്ച് പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ ശിരസിൽ അമൃതം വർഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അറിയുന്നില്ല. എല്ലാവരുടെ ഭഗവാൻ എന്താ ഈ ഭക്തന്മാർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ? എല്ലാവരും ഒരേപോലെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പൊ എല്ലാവരുടെ ശിരസിൽ ഇത് ഉണ്ടാവില്ലേ? അപ്പൊ നമ്മുടെയൊക്കെ ശിരസിൽ ഓരോ ശ്വാസം കടന്നു പോകുമ്പോഴും പറഞ്ഞറിയിക്കാനാവാത്തൊരു ആനന്ദമൂർച്ച, ആനന്ദ നിർവൃതി നമ്മൾ അനുഭവിക്കേണ്ടതല്ലേ? അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യണം? ഇതാണ് സത്യാന്വേഷണം. അവനവനിലേക്ക് തന്നെയുള്ള യാത്രയാണ് സത്യാന്വേഷണം. അപ്പൊ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വളരെ തീവ്രമായ ദുഃഖം വരുമ്പോൾ, അതൊരു വലിയ പോയിന്റാണ്, വളരെ തീവ്രമായ ദുഃഖം വരുമ്പോഴാണ് നമ്മൾ അകത്തേക്ക് തിരിയുക. അപ്പൊ സത്യത്തിൽ ദുഃഖമാണ് ശരിക്കും ആത്യന്തികമായ ക്ഷേമത്തിലേക്കുള്ള ഒരു വഴി തുറന്നു തരിക. പലപ്പോഴും ജീവിതത്തിലെ ഭൗതിക ദുഃഖം 3 തരത്തിലാണെന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ ദുഃഖങ്ങളാണ് ആത്യന്തികമായ ക്ഷേമത്തിനുള്ള വഴി. നോക്കൂ, രാമായണം രചിക്കപ്പെട്ടത്, പാണ്ഡവരുടെ കാര്യം എടുത്തു നോക്കൂ, കുന്തിദേവിയുടെ കാര്യം എടുത്തു നോക്കൂ, വേണ്ട ഭാഗവതത്തിലെ കഥകളിലേക്കൊന്ന് യാത്ര ചെയ്ത് നോക്കൂ. എങ്ങനെയാ? എല്ലാവരും ദുഃഖത്തിൽ നിന്നാണ് പരമമായ ശ്രേയസ്സിലേക്ക് നീങ്ങുക. ധ്രുവന്റെ കഥ എടുത്തു നോക്കിക്കോളൂ, പ്രഹ്ലാദന്റെ കഥ എടുത്തു നോക്കിക്കോളൂ, വൃത്രാസുരന്റെ കഥ എടുത്തു നോക്കിക്കോളൂ, ചിത്രകേതുവിന്റെ കഥ എടുത്തു നോക്കിക്കോളൂ, ഗജേന്ദ്രന്റെ കഥ എടുത്തു നോക്കിക്കോളൂ, ഗോപികമാരുടെ കഥ എടുത്തു നോക്കിക്കോളൂ. എല്ലാ കഥകളുടെയും സാരം നിങ്ങൾക്ക് കഥ അറിയാവുന്നുണ്ട്, ആ കഥയിലേക്ക് പോകുന്നില്ല. ഈ കഥകളിലെല്ലാം എവിടെയാ തുടങ്ങുന്നത്? ദുഃഖത്തില്, അഭിമാനക്ഷതം, ഭയങ്കരമായ വേദന അനുഭവിച്ച് അവിടെ നിന്നൊരു ടേണിംഗ് പോയിന്റാ. പിന്നെ അങ്ങ് തിരിയാണ്. പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? പിന്നെ അവിടെ നിന്ന് അങ്ങ് ശക്തമായിട്ട് അങ്ങ് ടേൺ ചെയ്യും. പിന്നെ ഉള്ളിലേക്കുള്ള യാത്ര തുടങ്ങും. അപ്പൊ പുറമേയുള്ള അന്വേഷണം നടത്തി അകത്തേക്ക് തിരിയും. അങ്ങനെ അന്വേഷിച്ച് നടന്ന് ആ സുഖം കിട്ടിയവരാണ് സാധുക്കള്. അവരാണ് ബദരിയാശ്രമത്തിൽ വിശാല എന്ന പുരിയിലിരിക്കുന്നവര്. ആ കൂട്ടർ അവരാ. അവരുടെ ഇടയിലേക്കാണ് സനകാദി യോഗീശ്വരന്മാർ വരുന്നു. അവിടെ നാരദ ബ്രഹ്മർഷിയെ കണ്ടു. നാരദ ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം സാധാരണഗതിയിൽ വളരെ പ്രകാശമാനമായിരിക്കും, വളരെ സന്തോഷമായിരിക്കും. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ നമ്മൾ പറയൂലോ. അപ്പൊ നാരദ ബ്രഹ്മർഷിയുടെ മുഖത്ത് ഇങ്ങനെ ഒരു മ്ലാനത കണ്ടപ്പോൾ ചോദിച്ചു, എന്തേ അങ്ങേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദ്യം ചെയ്തു. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, എല്ലാം അറിയുന്നവരാണല്ലോ മഹാത്മാക്കളായ സനകാദി യോഗീശ്വരന്മാരെ, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ദുഃഖം പകുതി പോയി. എങ്കിലും നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാറില്ലല്ലോ. ഒരു നാടൻ പശുവിനെ കറക്കുന്ന സമയം അങ്ങനെയാണത്രേ. ഒരു നാടൻ പശു അറിയാലോ, ഒരു 1.5 ലിറ്ററൊക്കെ കറക്കുള്ളൂ. അത്രയും നേരം പോലും ഒരു സ്ഥലത്ത് നിൽക്കില്ല. ഈ ശ്രീ സുഖബ്രഹ്മർഷി, നാരദ മഹർഷിയൊക്കെ അവരപ്പം തന്നെ സ്ഥലത്ത് നിന്ന് വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. ഒരിടത്തും ഒരു സ്ഥലം, സന്ദർഭം, കാലം അല്ലെങ്കിൽ ആളുകൾ ഒന്നുമായിട്ടും ഒരു സംഘവും ഇല്ല. സമയാതീതമായ അവസ്ഥയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. സമയത്തിന് അതീതമായ അവസ്ഥയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ ഒരിടത്ത് വരെ നിൽക്കില്ല. ഇങ്ങനെ ആസ്വദിക്കുക, വിട്ടുകളയാ, ആസ്വദിക്കുക, വിട്ടുകളയാ, ആസ്വദിക്കുക, വിട്ടുകളയാ, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യമുനാ നദിയുടെ തീരത്ത്, കഥ നിങ്ങൾക്കറിയാം, ഒരു യുവതി ഇങ്ങനെ വളരെ പരീക്ഷീണതയായിട്ട് കിടക്കുന്നു. ആ യുവതിയുടെ സമീപത്ത് 2 മക്കള്. ഒരു വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 കുട്ടികളും വൃദ്ധന്മാരാണ്. യുവതി അല്പസ്വല്പം ചെറുപ്പ യൗവനയുക്തയാണ്. അടുത്ത് ചെന്നു, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. എപ്പോഴും കാരുണ്യം നിറഞ്ഞൊഴിയുന്നവരാണല്ലോ മഹാത്മാക്കള്. അടുത്ത് ചെന്നു ചോദിച്ചു, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതാണ് കാര്യം. എൻ്റെ 2 മക്കൾക്കും, ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്തിലാണ്, കർണാടകത്തിൽ പറഞ്ഞു. ഭാഗവതം വളരെ വ്യക്തമായിട്ട് ആ കഥയൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ സന്ദർഭത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കണത്. അപ്പൊ നാരദ ബ്രഹ്മർഷിയോട്, എൻ്റെ ദുഃഖം തീർത്തരാൻ അങ്ങാണ് പറ്റിയ ആള്, അങ്ങേ കണ്ടതോടുകൂടി. അപ്പൊ തന്നെ നാരദ ഭഗവാനോട് ഇത് പറഞ്ഞു. ഭഗവാനാകുന്ന നാരദ ബ്രഹ്മർഷി എന്ത് പറഞ്ഞു? ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ചരണാരവിന്ദത്തെ ഒന്ന് സ്മരിച്ചാൽ മതി, അപ്പൊ തന്നെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവും. എന്താ കാരണം? സർവദാ സമർത്ഥനാണ്. ആരെ? ശ്രീഹരി. എല്ലാ പാപങ്ങളെയും, ഹൃദയത്തിലുള്ള എല്ലാ പാപങ്ങളെയും, പാപവാസനകൾ വരെ, പാപത്തെ മാത്രമല്ല പാപവാസനകൾ വരെ നശിപ്പിക്കാൻ സർവദാ സമർത്ഥനായിരിക്കുന്നതിനാലാണ് ശ്രീഹരി എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിച്ചത്. അപ്പൊ അദ്ദേഹത്തെ സ്മരിച്ചാൽ മതി, ഈ ദുഃഖമൊക്കെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നെല്ലാം പറഞ്ഞ് അവസാനം വേദമന്ത്രങ്ങളെല്ലാം ഇവർക്ക് ഉച്ചരിച്ചു നോക്കി. ഈ 2 മക്കളുടെയും ചെവിട്ടിലെ ഭഗവത്ഗീത പാഠം ചെയ്തു നോക്കി. അങ്ങനെ എല്ലാ പുരാണങ്ങളും, എല്ലാ ശാസ്ത്രങ്ങളും, എല്ലാ ഉപനിഷത്തുകളും കേൾപ്പിച്ചിട്ടും
ഗീത ഉപദേശിച്ച സമയത്ത് ഒന്ന് തലയൊന്ന് ഉയർത്തി നോക്കി എന്നൊക്കെയാണ് ഭാഗവതം പറയണത്. എന്നിട്ടും ഇവർക്ക് ഒരു ഉണർവ് സംഭവിച്ചില്ല. അങ്ങനെ നാരദ ബ്രഹ്മർഷി, ഒന്ന് ആലോചിക്കണം, അറിയാത്ത ആളല്ല. വേദവ്യാസ മഹർഷിക്ക് പണ്ട് 17 പുരാണങ്ങളും രചിച്ച ശേഷം വേദങ്ങളെല്ലാം പകുത്ത് എഡിറ്റ് ചെയ്ത് തൻ്റെ 4 ശിഷ്യന്മാർക്ക് കൊടുത്ത ശേഷം ഇതേ ദുഃഖം വന്ന സമയത്ത്, ഇതേ മനക്ലേശം വന്ന സമയത്ത് ശ്രീമദ് ഭാഗവതം ചതുശ്ലോകി ഭാഗവതത്തിൽ ഉപദേശിച്ച ആളാണ് നാരദ ബ്രഹ്മർഷി. അന്ന് തൻ്റെ പൂർവജന്മ കഥയും കൂടി പറഞ്ഞു കൊടുത്തു. ആർക്ക്? വേദവ്യാസ മഹർഷിക്ക്. സത്സംഗവും ഭാഗവത ശ്രവണവുമാണ് കലികാലത്തെ ഏറ്റവും മുക്തിക്ക് ഹേതുവായിട്ടുള്ളത് എന്ന് ഉപദേശിച്ചു കൊടുത്ത ആ നാരദ ബ്രഹ്മർഷിക്കാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ് ഈ സത്രത്തിൽ. അവിടേക്കാണ് സനകാദി യോഗീശ്വരന്മാർ വന്നത്. അവിടെ വന്നിട്ട് സനകാദി യോഗീശ്വരന്മാരെ നാരദ ബ്രഹ്മർഷിയോട് പറഞ്ഞത് എന്താണ്? ഒട്ടും വിഷമിക്കേണ്ട, അങ്ങ് അത്യാശ്ചര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങിത് മറന്നുപോയി എന്നുള്ളതാണ്. എന്ത്? ശ്രീമദ് ഭാഗവതമാകുന്ന അമൃതരസം ഒന്ന് ഒഴുക്കി കൊടുത്താൽ മതി. ആ സമയം നാരദ ബ്രഹ്മർഷി ചോദിക്കുന്നുണ്ട് സനകാദി യോഗീശ്വരന്മാരോട്, വേദം കടഞ്ഞാൽ എന്ത് കിട്ടും? ഭാഗവതം കിട്ടും. ആ വേദം തന്നെ ഉച്ചരിച്ചിട്ടും ഉണർവ് ലഭിക്കാത്ത ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഭാഗവതമാകുന്ന അമൃത് ഒഴുക്കി കൊടുത്താൽ എങ്ങനെ ഉണർവ് ലഭിക്കും? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വേദം ഉപദേശിച്ചു കൊടുത്തു, ഭഗവത്ഗീത, ഉപനിഷത്തുകളുടെ സാരാംശമായ ഭഗവത്ഗീത പാഠം ചെയ്തിട്ടും ഉണരാത്ത ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഭാഗവതം. അവിടെയാണ് ആമൂലാഗ്രം നിറഞ്ഞു നിൽക്കുന്ന മൂലം ഫലവും രണ്ടും വ്യത്യാസമുണ്ടത്രേ. വേദ ബാഹ്യമാണോ വേദ അന്തർഗതമാണോ ഭാഗവതം എന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമല്ലെന്ന് പറയേണ്ടി വരും. എന്താ കാരണം? വേദത്തിന്റെ ഫലം 3 ഉപനിഷത്തുകൾ, ചാന്തോക്യം, തൈത്തരീയം, ബൃഹദാരണ്യം, ഈ 3 ഉപനിഷത്തുകൾ കടഞ്ഞെടുത്താൽ കിട്ടുന്ന അമൃത കഥയാണ് ശ്രീമദ് ഭാഗവതമാകുന്ന കഥ. ആ ശ്രീമദ് ഭാഗവതമാകുന്ന കഥ പാനം ചെയ്തു കഴിഞ്ഞാൽ പിബത ഭാഗവതം എന്നാ പറയാ അല്ലെ. പിബത ഭാഗവതം രസമാല എന്ന. ഭാഗവതം കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രവിക്കാനല്ല. ഭാഗവതം കുടിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ സർവ്വ ഇന്ദ്രിയങ്ങളുടെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കുടിച്ചു കഴിഞ്ഞാൽ, ഭാഗവതം കുടിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിലെത്താം? ഉന്മത്താവസ്ഥയെ പ്രാപിക്കാം. ഉണർവ് സ്വാഭാവികമായി ഒരു ശ്രമവും കൂടാതെ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ആരെ? സനകാദി യോഗീശ്വരന്മാരെ. അങ്ങനെ ഭാഗവത സപ്താഹം നടത്തി അവിടേക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങള് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് അത്യുച്ചത്തിൽ ഉച്ചരിച്ചും കൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന കാഴ്ച അത്യാശ്ചര്യപൂർവം, അത്ഭുതപൂർവം നാരദാദി മഹർഷീശ്വരന്മാര് കാണുകയുണ്ടായി. ഇതാണ് കഥാസന്ദർഭം, ഇതാണ് തുടക്കം. എൻ്റെ ഗുരുനാഥൻ പാലേരി ഒരു ഭാഗവത കിരണങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലെ ഗുരുനാഥൻ വേദദ്രുമം എന്നാണ് പറയുന്നത്. അതായത് വേദകൽപ്പം, വേദമാകുന്ന വൃക്ഷത്തിലെ പൂക്കളാണ് അല്ലെങ്കിൽ ശാഖോപശാഖകളാണ് ഉപനിഷത്തുകൾ. അതിലെ ഫലമാണ് ഭാഗവതം എന്നാണ് ഗുരുനാഥൻ പറയുക. എന്താ കാരണം? ഒരു മാവിലെ ആമൂലാഗ്രം വ്യാപിച്ചിരിക്കുന്ന രസം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? ഫലം വേണം. അപ്പൊ കുറച്ചു മുമ്പ് തിരുമേനി എന്നോട് പറഞ്ഞു, ഈ വേദത്തെക്കുറിച്ച് ആരും അങ്ങനെ അധികം സംസാരിക്കാറില്ല. ഇങ്ങോട്ട് കയറി വരുമ്പോൾ പറയണ്ടായി, വേദത്തെക്കുറിച്ച് ആരും സംസാരിക്കാത്ത കാരണം വേദത്തെക്കുറിച്ചൊന്നും ആളുകൾക്ക് വേണ്ടത്ര ഗ്രാഹ്യം പോരാ. ഈ വേദസൂക്തങ്ങൾ, ഞാനപ്പോൾ പറഞ്ഞു, വേദസൂക്തങ്ങള് ഹൃക്കുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, അതിലും ഒരു രസമൊക്കെ ഉണ്ട്. എന്താ കാരണം? സംസ്കൃതത്തിൽ അത് ഹൃക്കുകൾ ചൊല്ലുമ്പോൾ നമ്മൾ വെറുതെ നിശബ്ദമായിട്ടിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മനസ്സ് നിശബ്ദമായി പോവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാഗവതം ചൊല്ലുമ്പോൾ വെറുതെ മുമ്പിൽ പോയി ഇരിക്കുക, ഒന്നും മനസ്സിലായില്ലെങ്കിൽ വെറുതെ അതിൻ്റെ ശബ്ദത്തിലേക്ക് തന്നെ, ശ്രവണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് പതിപ്പിക്കുക. നമ്മുടെ മനസ്സ് നിശബ്ദമായി പോകും. എന്താ കാരണം? അർത്ഥങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സ് ചിത്തവൃത്തികൾ രൂപപ്പെടുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ മനസ്സ് എങ്ങനെയാ വൃത്തികളെ രൂപപ്പെടുത്തണത്? വാക്കുകളിലൂടെയാ, അല്ലെ? പദങ്ങളിലൂടെയാ. ചില സമയത്ത് ഈ ഭാഷ പഠിച്ചതാണ് ഏറ്റവും വലിയ ഒരു തൊന്തരവെന്ന് തോന്നുന്നു സാധന ചെയ്യുന്ന ഘട്ടത്തിൽ. എന്താ കാരണം? മനസ്സിൽ ഈ വൃത്തികളെ നിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വൃത്തി കഴിഞ്ഞാൽ അടുത്ത വൃത്തി, ഒരു ചിന്ത കഴിഞ്ഞാൽ അടുത്ത ചിന്ത, ഇതിങ്ങനെ ഖണ്ഡമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയിലുള്ള ഒരു ചെറിയ വിടവിലാണ് ഇതിന്റെ ഈ ശൂന്യതയുടെ ഒരു വിടവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. സെൻ ബുദ്ധിസത്തിലേക്ക് ഒരു ധ്യാന മാർഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ചിന്ത കടന്നുപോയി
അടുത്ത ചിന്ത കടന്നു വരുന്നതിൻ്റെ ഇടയിലുള്ള ഒരു വിടവിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംസ്കൃതം പഠിക്കാത്തവർക്ക് സുഖമാണെന്ന് ഞാൻ പറയാം. കാരണം ഞാനൊക്കെ ആദ്യകാലത്ത് സംസ്കൃതം ഒന്നും പഠിച്ചിട്ടില്ല. ഭാഗവതം കേൾക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പൂർണ്ണ ശ്രദ്ധയെ ഈ ശ്ലോകത്തിലേക്ക് കൊടുക്കും. ഒന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവണ്ട, അതാ നല്ലത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. ശരിക്കും പറഞ്ഞാൽ രമണ മഹർഷി പറഞ്ഞ പോലെ ഈ ഭഗവാൻ രമണ മഹർഷിയൊക്കെ എന്ത് പഠിച്ചിട്ടാ എന്ന് ആലോചിച്ച് നോക്കൂ. 12ാമത്തെ വയസ്സില് തിരുവണ്ണാമലയിൽ പോയിരുന്ന ആളാണ്. ഒന്നും പഠിക്കാത്തത് കൊണ്ടാ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്താ കാരണം? പരമസുഖ, ഇരിപ്പുറയ്ക്കും. പക്ഷെ ആ ഇരിപ്പുറച്ച് കിട്ടാനാണ് പാട്. എത്ര വർഷം കഠിനമായിട്ട് തപസ് ചെയ്താലാന്നൊന്നും ഇരിപ്പുറച്ച് കിട്ടുക. ഞാനിവിടെ വന്നപ്പോൾ ഒരു ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ വാരമിരിക്കലായിരുന്നു. വാരമിരിക്കൽ നടക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാരമിരിക്കുന്നതിന് മുമ്പ് അവിടെ വേദപണ്ഡിതൻ കൈ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു. പെട്ടെന്ന് എൻ്റെ മനസ്സ് പോയത് എവിടേക്കാണെന്നറിയാമോ? പല മാസ്റ്റേഴ്സും, അതായത് ഈ സത്യം അനുഭവിച്ചറിയണമല്ലോ, വെറുതെ ഇരുന്ന് പ്രസംഗിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. സത്യം അനുഭവിച്ചറിയുന്ന ഒരു ധ്യാന പദ്ധതിയിലെ വളരെ പ്രഗത്ഭനായ ഒരു രാമചന്ദ്ര എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു മാസ്റ്റർ കൈ പിടിക്കുന്നത് ഇങ്ങനെയാ. ആ പിടുത്തമാണ് വാരം പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കുക. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ പലതരത്തിൽ പിടിക്കാം. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. ഏതൊരു സുഖം, സ്ഥിര സുഖമാസനം എന്നാണ് പതഞ്ജലി യോഗശാസ്ത്രത്തില് യമം, നിയമം, ആസനം, പ്രാണായാമം ആ ഭാഗങ്ങളിൽ പറയുന്നതിൽ ആ 8 അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി 8 അംഗങ്ങളാണ്. ഈ 8 അംഗങ്ങളിൽ ഏത് രീതിയിലാണോ നമുക്ക് ഇരിക്കാൻ സുഖം ആ ഇരിപ്പിൽ ഇരിക്കാം. ഇപ്പൊ ചിലർ പറയും നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രായമായി കസേരയിലിരിക്കാന്നാ ഞാൻ പറയാം. നട്ടല് നിവർന്നിരിക്കണം. എന്താ കാരണം? നട്ടല് നിവർന്നിരുന്നാലേ നമ്മളിലൂടെ ശരിയായ രീതിയിൽ പ്രാണൻ സഞ്ചരിക്കുകയുള്ളൂ. പറയണത് മനസ്സിലാവണുണ്ടോ? അപ്പൊ ഏത് രീതിയിലിരുന്നാലും അപ്പൊ നമ്മുടെ വാരമിരിക്കലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നോക്കൂ. പണ്ടേ നമ്മുടെ ഋഷീശ്വരന്മാരെ ഓരോ മുദ്രകളും ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരു സ്ഥലത്ത് ഇരുത്തി അതിൻ്റെ ഉറവിടം അന്വേഷിച്ചു പോകാനാ. ഉറവിടം അന്വേഷിച്ച് അതിലേക്ക് തന്നെ ഈ ഞാൻ 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 എന്ന അഖണ്ഡമായി സ്ഫുരിക്കുന്ന നമ്മുടെ സെൽഫിലേക്ക് തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്തേ മതിയാവൂ. എന്താ കാരണം? ഈ ഭാഗവതം ആർക്കാ ഉപദേശിച്ചത്? പരീക്ഷത്തിനാ. 7 ദിവസം കൊണ്ട് മരണം കൺഫേംഡ് ആയ പരീക്ഷത്തിനാണ് ഭാഗവതം ഉപദേശിച്ചത്. നമുക്കും മരണം കൺഫേംഡാ, ഉറപ്പാ. അത് മാത്രമേ ഉള്ളൂ ഒരു നിതാന്തമായ സത്യം. എന്നാണ് അതെന്നറിയില്ല. ഒരു ജ്യോത്സ്യനും ഒരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല. മരണം കൺഫേംഡാ, ജനനം ഉറപ്പില്ല. സത്യല്ലേ? എപ്പോഴാണ് എന്നും പത്രം എടുത്ത്, മാതൃഭൂമി പത്രം എടുത്ത് നമ്മുടെ ചരമ പേജ് എടുത്ത് സ്ഥിരമായിട്ടൊന്ന് നോക്കിയാൽ മതി. പെട്ടെന്ന് നമുക്ക് ആ വൈരാഗ്യം നന്നായിട്ട് ഉറച്ചു കിട്ടും, കുറച്ച് സമയത്തേക്കെങ്കിലും. എന്താ കാരണം? ഇങ്ങനെ നോക്കുക ഓരോ മുഖവും. എന്നാണ് നമ്മുടെ മുഖം അവിടെ വരിക എന്ന് നമുക്ക് ഒരു ഉറപ്പൊന്നുമില്ല. അത് ആരെങ്കിലും കൊടുത്താലായി, ഇല്ലെങ്കിൽ അതുമില്ല. സംശയമുണ്ടോ? ഇപ്പൊ ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞ രൂപവും നാമവും കൊഴിഞ്ഞു പോണം. സംശയമുണ്ടോ? രൂപവും നാമവും കൊഴിഞ്ഞു പോണം. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. കാരണം കലികാലത്ത് ഈ വേദവ്യാസ മഹർഷിയുടെ ഒരു ദീർഘദൃഷ്ടിയൊക്കെ അത്ഭുതമാണ് കേട്ടോ. കാരണം ഞാൻ എത്ര അത്ഭുതകരമായ അത്യാശ്ചര്യം തോന്നി നമ്മൾ അവരെ നമസ്കരിച്ചു പോകും. വേദവ്യസിതനാഥായ പരാശരസുതായ സുഖായ ആനന്ദരൂപായ തസ്മൈ വ്യാസായ തേ നമ. ആ വേദവ്യാസ മഹർഷിക്ക് ഒരു നമസ്കാരം സർവ്വ ഇന്ദ്രിയങ്ങളെ കൊണ്ടും. എന്താ കാരണം? ഈ കലികാലം വന്നു കഴിയുമ്പോൾ വേദമൊക്കെ പഠനമൊക്കെ കുറയും. ഭാഗവതം വരെ വിറ്റഴിക്കുന്ന പറയണത്. ഭാഗവതത്തിൽ പറയാം, ഭാഗവതം ഇങ്ങനെ കേൾപ്പിക്കാൻ ആഗ്രഹമില്ലാത്തവരൊക്കെ കേൾക്കണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് കേൾപ്പിക്കത്രേ. ഞാൻ ഇനി കൂടുതൽ ആ ഭാഗത്തേക്ക് പോകണ്ടല്ലോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഭാഗവതം വരെ വിറ്റഴിക്കപ്പെടും കലികാലത്ത്. ഇതിൽ കൂടുതലൊന്നും പറയാം, അത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുക. ഭാഗവതം വിറ്റഴിക്കപ്പെടും, ഭക്തി വിറ്റഴിക്കപ്പെടും. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന 2ാമത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഭക്തിയാണ്. അത്യാശ്ചര്യത്തോടുകൂടി നമ്മൾ കേൾക്കണം. ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന 2ാമത്തെ പ്രൊഡക്റ്റാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? നാരദ ഭക്തി സൂത്രം നോക്കൂ. പരമ പ്രേമസ്വരൂപമാണ് അതിൻ്റെത്. എന്താ പരമപ്രേമം? എല്ലാറ്റിനോടും പരമപ്രേമം. അവിടെയാണ് ഉപനിഷത്ത് ഈശാവാസ്യം ഇദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരനാൽ ഈ പ്രപഞ്ചം മുഴുവൻ ആവൃതമായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളോടും എന്ത് തോന്നണം? ആരാധന തോന്നണം, പ്രേമം തോന്നണം, പ്രണയം തോന്നണം.
ഇതാണ് നമ്മളിൽ ഭക്തിയിൽ നിന്നും ഉണ്ടാവേണ്ടത്. ക്ഷേത്രത്തിന്റെ അകത്ത് മാത്രമല്ല ഭക്തി തോന്നേണ്ടത്. ക്ഷേത്രത്തിന്റെ അകത്തു നിന്നും തുടങ്ങി വഴിയിൽ കാണുന്ന സകല ചരാചരങ്ങളെയും മനസ്സുകൊണ്ടും കൈകൊണ്ടും നമസ്കരിക്കുമാറാവണം. അത്രയും വിനയം നമുക്കുണ്ടാവണം, അത്രയും നിഷ്കളങ്കത നമുക്കുണ്ടാവണം. അതിനാണ് ഭക്തിയോഗം ഉപദേശിച്ചിരിക്കുന്നത്. ഭാഗവതം നോക്കൂ, എത്രയെത്ര ദർശനങ്ങളുടെ, എത്രയെത്ര ഉപനിഷത്തുകളുടെ സമാഹാരവും സമന്വയവുമാണ് ഭാഗവതം. ഭിക്ഷുഗീത, ഐളഗീത, ഹംസഗീത. ഇനി നോക്കിക്കോളൂ, പതഞ്ജലി യോഗസൂത്രം, രാജയോഗം മുഴുവൻ, ഈ 8 അംഗങ്ങൾ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചിത്തവൃത്തി നിരോധം, അവിടെ എന്താ? ചിത്തത്തെ നിരോധിക്കുക. ഇനി നോക്കൂ, ജ്ഞാനയോഗം, ശ്രവണം, മനനം, നിധിധ്യാസം, ഇതിൻ്റെ മനോഹരമായ ഒരു സമ്മേളിതം. പിന്നെ അടുത്ത് കഴിഞ്ഞാലോ ഭക്തിയോഗം, നവതാ ഭക്തി, 9 തരത്തില്, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം തുടങ്ങി 9 നവതാ ഭക്തി. ഇതിൻ്റെ എല്ലാം സമഞ്ജസമായ സമന്വയമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാം ഇങ്ങനെ വിവിധ ദർശനങ്ങളെ, സാംഖ്യയോഗം, സാംഖ്യയോഗം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം. അപ്പൊ വൈദിക മതം, ഈശ്വരൻ ഇല്ലെന്ന് പറയുന്ന മതം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അങ്ങനെ നിരവധി ദർശനങ്ങളുടെ സമഞ്ജസമായ സമ്മേളനമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു ഔന്നത്യം എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ സുഖമാണ് കലികാലത്ത് 7 ദിവസം എവിടെയെങ്കിലും സപ്താഹം നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ പോയിരിക്കുക. വേദം ഒന്നും പഠിക്കാൻ പറ്റില്ല. വിവേകാനന്ദ സ്വാമികളെ പോലെ അപൂർവം സുഹൃതികൾക്ക് മാത്രമേ, ഒരു മനുഷ്യായുസ് കൊണ്ടൊന്നും, ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ 32 വയസ്സിനുള്ളിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് അപൂർവം ജന്മങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതൊക്കെ ഈശ്വര അവതാരങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ 34 നോക്കൂ, 8 വയസ്സായപ്പോഴത്തേക്ക് ശങ്കരാചാര്യ സ്വാമികൾ 5 വയസ്സ് മുതൽ 8 വയസ്സായപ്പോഴത്തേക്ക് അതിൻ്റെ ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വിദ്യാഭ്യാസവും പൂർത്തിയായിരുന്നു. എല്ലാ വേദാന്തത്തിന് മുമ്പുള്ള പുരാണങ്ങൾ, ശാസ്ത്രങ്ങളെല്ലാം അദ്ദേഹം ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹശിഷ്യന്മാർക്കും അത്ഭുതമായിരുന്നു ആചാര്യസ്വാമികളുടെ ഒരു ഓർമ്മശക്തി. 8 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഗോവിന്ദ ഭഗവത്പാദരുടെ അടുക്കൽ ചെന്ന് 3 വർഷം കൊണ്ട് അദ്ദേഹം വേദാന്തം മുഴുവൻ ഹൃദിസ്ഥമാക്കിയെന്നാണ് ചരിത്രകാരന്മാര്. അതിൽ ചരിത്രകാരന്മാരിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എങ്കിൽ പോലും 16 വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചു, ദശോപനിഷത്തുകൾക്ക് ഭാഷ്യം രചിച്ചു, ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചു. അത് കഴിഞ്ഞ് 64 സ്തോത്രങ്ങൾ രചിച്ചു. ഒരു 100 മനുഷ്യൻ 100 ജന്മം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് 32 വയസ്സിനുള്ളിൽ ആനന്ദ അനുഭൂതിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം 4 ആശ്രമങ്ങളും സ്ഥാപിച്ചു, വൈദിക മതം പുനഃസ്ഥാപിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയത്. സർവസംഘ പരിത്യാഗിയായി ഈ ഭാരതമൊട്ടുക്ക് ഇന്നും അത്ഭുതമാണ്. കാരണം ഇത്രയും ഒന്നും യാത്രാ സൗകര്യമില്ലാത്ത 7-ാം നൂറ്റാണ്ടിലെ ഈ ഭാരതമൊട്ട് 2 തവണ 3 തവണ എന്തോ അദ്ദേഹം, അത് തന്നെ ഉറപ്പില്ല എത്ര തവണ അദ്ദേഹം നടന്ന് യാത്ര ചെയ്ത് ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഇച്ഛാശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന്റെ. എന്തായാലും അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാ, അതിന് തർക്കം ഉണ്ടാവില്ലല്ലോ. അത് തന്നെ നമ്മൾ ശരിക്കൊന്ന് പഠന വിഷയമാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ഒരു മനുഷ്യനായി ജന്മം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഭാഗവതം പറയും. ഈ ബ്രഹ്മാവേ എല്ലാ സൃഷ്ടികളും ചെയ്ത ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് ഭയങ്കര തൃപ്തി വന്നു അത്രേ. എന്താ കാരണം? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മാവിന് പൂർണ്ണ തൃപ്തി വന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സന്തോഷമായി, സാറ്റിസ്ഫാക്ഷനായി. എന്താ കാരണം? മനുഷ്യന് മാത്രമാണ് തൻ്റെ ബുദ്ധിയെ അന്തർബോധത്തിലേക്ക് തിരിക്കുക. ബോധത്തെ ബോധം കൊണ്ട് തന്നെ തിരിച്ചറിയണം എന്ന് പറയും. ബുദ്ധിയെ സ്റ്റിൽനെസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാൻ മനുഷ്യന് മാത്രമാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? പ്രാണായാമം ചെയ്ത്. എത്ര ബുദ്ധിമുട്ടാണല്ലേ. ഇപ്പൊ ക്രിയായോഗവും സുദർശന ക്രിയയും ഈശക്രിയയും ഒക്കെ ഒരുപാട് യോഗമാർഗങ്ങളുണ്ട്. ഇന്നിപ്പോ ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ യോഗമാർഗങ്ങളുടെ കുണ്ടലിനിയൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാഗവതത്തിന് ഇതൊന്നും വേണ്ട. ഭാഗവതത്തിന്റെ മുമ്പിൽ വന്നൊന്ന് ഇരുന്നു കൊടുത്താൽ മതി, വായിക്കുക പോലും വേണ്ട. ഇരുന്നിട്ട് ഈ കഥാമതം, സാധാരണ ഭക്തന്മാർ പറയും ഈ ഭാഗവത കഥകളൊന്ന് കേൾക്കാനായിട്ട് രതി ഉണ്ടാവണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കും. കുട്ടിക്കാലത്തൊക്കെ ഇത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ കൗതുകമായിരുന്നു. കുട്ടിക്കാലത്ത് ഈ ഭാഗവതത്തിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ എല്ലാ ഭക്തന്മാരും വന്നിട്ട്, ഈ ഭാഗവതന്മാരും വന്നിട്ട് എന്താ പറയാ, ശ്രീകൃഷ്ണന്റെ കഥകളിൽ എനിക്ക് രതി ഉണ്ടാവണേ,
വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. എപ്പോഴും എൻ്റെ കണ്ണുകളും ചെവിയും എല്ലാ 5 ഇന്ദ്രിയങ്ങളും എവിടേക്ക് തിരിയണം? ഈ യോഗിക്ക് ഈ 5 ഇന്ദ്രിയങ്ങൾ പോകുന്നതിനെ നിരോധിച്ച് തൻ്റെ കേന്ദ്രത്തിലേക്ക് തന്നെ ജാഗ്രതയോടുകൂടി നിർത്തണമെങ്കിൽ ഭക്തന് ഇവയെ അഴിച്ചുവിടാം. ഈ 5 ഇന്ദ്രിയങ്ങളെയും എവിടേക്ക്? ഭഗവാന്റെ നേരെ, ഭഗവാന്റെ പാതാരബിന്ദങ്ങൾക്ക് നേരെ ഈ 5 ഇന്ദ്രിയങ്ങളെ അങ്ങോട്ട് തിരിച്ചുവിടാം, അഴിച്ചുവിടാം. കണ്ണ് ഭഗവാന്റെ ഭക്തന്മാരെ കാണട്ടെ, ചെവി ഭഗവാന്റെ കഥകൾ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ ശ്രവിക്കട്ടെ, നാവ് ഭഗവാന്റെ നാമം ഇങ്ങനെ സങ്കീർത്തനം ചെയ്യട്ടെ. എത്ര സുഖമാ! ഈ അർത്ഥകാമന്മാരായ നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഭക്തിയോഗം ഉപദേശിച്ചത്. ഭാഗവതം ഭക്തിയോഗത്തെയാണ് ഉറപ്പിക്കുന്നത്. കലികാലത്ത് ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വളരെ കുറച്ച് സമയം പോലും, അതായത് 8 സെക്കൻഡോ പോലും നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരു പോയിന്റിലേക്ക് നിർത്താൻ പറ്റില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് മനസ്സിനൊന്ന് നിർവിഷയമാക്കണം. മനസ്സാണ് നമ്മുടെ സന്തോഷിക്കാനുള്ള ഉപകരണം. സദാ സന്തുഷ്ട മനസ്സ സർവ സുഖമയാ ദിശ. നമ്മളിപ്പോ കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്, എന്താ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ഐസ്ക്രീം കഴിച്ചോ, നല്ല സുഖം. അപ്പൊ യോഗീശ്വരന്മാരെന്താ പറയണ? ഐസ്ക്രീം അല്ല സുഖം ഉണ്ടാക്കിയത്, നാവാകുന്ന ഇന്ദ്രിയം തലച്ചോറിലുള്ള ന്യൂറോണുമായിട്ട് ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് തമ്മിലായപ്പോൾ അല്പം ആനന്ദം ട്രിഗർ ചെയ്യപ്പെടുക, അല്പം ആനന്ദം ട്രിഗർ ചെയ്തു, അപ്പൊ നല്ല സുഖം. ഡോപ്പോമിൻ, മെലാറ്റോണിൻ തുടങ്ങിയ ഹോർമോൺസ്, ഞാൻ കൂടുതൽ സയൻസിലേക്കൊന്നും പോണില്ല, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമുക്ക് നല്ല സുഖം. നമ്മുടെ തലച്ചോറേ, സയൻസ് കുറച്ച് പറഞ്ഞു പോവാ, നമ്മുടെ തലച്ചോറ്, ഒരു ജനിക്കുന്ന കുട്ടിയുടെ തലച്ചോറ്, പൂർണ്ണം മനുഷ്യന്റെ വേണ്ട, ജനിക്കുന്ന കുട്ടിയുടെ തലച്ചോറില്ലേ, ആധുനിക ശാസ്ത്രജ്ഞനായ ഒരു ഡോക്ടർ രാമചന്ദ്രൻ, ഒരു ന്യൂറോളജിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ദ ഫാൻറ്റംസ് ഇൻ ബ്രെയിൻ എന്നാണ് ആ ബുക്കിന്റെ പേര്. വായിക്കാനൊക്കെ കിട്ടും, കുട്ടികളൊക്കെ മേടിച്ച് വായിക്കണം എന്നാണ് ഞാൻ പറയാം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ബ്രെയിൻ ഈ യൂണിവേഴ്സിലുള്ള എലമെന്ററി പാർട്ടിക്കിൾസിനേക്കാൾ കൂടുതൽ ന്യൂറോണുകളും സിനാപ്സസും ഡെൻഡ്രൈസും കൊണ്ട് നിറഞ്ഞതാണ്. അത്രയും കോംപ്ലക്സിറ്റീസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്. ആധുനിക ശാസ്ത്രം തന്നെ പറയാം. ഭാഗവതം, ഇതം ഭാഗവതം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് അത്രയും അങ്ങോട്ട് വിശ്വാസം. ഇത് കുറെ കാലമായി കേൾക്കണു. ഇതം ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ഈ ഭാഗവതം കേട്ടാൽ എന്താ ഗുണം? ഈ ഇപ്പൊ അവിടെ ചൊല്ലുന്ന, അകത്ത് ചൊല്ലുന്ന വേദമന്ത്രങ്ങള്, ഈ പ്രത്യേക രീതിയിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഈ ന്യൂറോൺസ് ഇങ്ങനെ ആക്റ്റീവ് ആവുക. ഓംകാരം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രാണപ്രസരത്തിന്റെ ശബ്ദമാണ് ഓംകാരം. നമ്മൾ ആരെങ്കിലും അറിയണുണ്ടോ? നമ്മുടെ ശരീരത്തിലൂടെ ബോധമാകുന്ന ഭഗവാൻ പ്രാണസ്വരൂപനായി നമ്മുടെ തലച്ചോറ് മുതൽ ആപാദം വരെ ഈ ശരീരം മുഴുവൻ ഇങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുക ബോധം. എളുപ്പമല്ലേ അത് മനസ്സിലാക്കാൻ? ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അമ്മയെ ആശുപത്രി കയറ്റി, എന്താ ചെയ്യുക? ഇപ്പൊ ഇന്നിപ്പോ അരിക്കൊമ്പന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാ? മയക്കുവെടി വയ്ക്കാൻ. എന്താ സംഭവിക്കണത്? എന്താ മാധ്യമങ്ങളിൽ കാണുന്ന വെപ്രാളം അല്ലേ? എന്താ ബഹളം? രാവിലെ മുതൽ TV ചാനലുകൾ മുഴുവൻ ഇതാ. എന്താ? മയക്കുവെടി ഇപ്പൊ വെക്കും, ഇപ്പൊ വെടി കൊണ്ടു, അല്ലേ? ശരിയല്ലേ? എന്താ സംഭവം? ഈ മയക്കുവെടി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ശരീരത്തിലെ പ്രാണപ്രസരം ആ ഭാഗത്ത് തൽക്കാലത്തേക്ക് ഒന്ന് റെസിസ്റ്റ് ചെയ്യുക. ഇതല്ലേ നമ്മുടെ ശരീരത്തിലും മയക്കുമരുന്ന് കയറ്റുമ്പോൾ സംഭവിക്കുന്നത്, അല്ലേ? മയക്കുമരുന്ന് അങ്ങനെ അല്പം കയറുമ്പോഴത്തേക്ക് നമ്മുടെ ബോധം ശരീരത്തിലൂടെ വ്യാപരിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ സെൻസിങ്, സംവേദനക്ഷമത നഷ്ടപ്പെട്ടു. എത്ര സിമ്പിളാണ് സത്യം! ഇത് ഗ്രഹിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ബോധമാകുന്ന, ബോധസ്വരൂപമാകുന്ന, ശുദ്ധമാകുന്ന നിത്യമാകുന്ന, ഒരിക്കലും നശിക്കാത്ത ബോധം തലച്ചോറാകുന്ന കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ച്, ശരിക്കും പറഞ്ഞാൽ തലച്ചോറിന്റെ സഹസ്രാരത്തിലൂടെയും ആജ്ഞാചക്രത്തിലൂടെയും ഗംഗാദേവി ആകുന്ന പ്രാണൻ, ഇങ്ങനെ വേറെ ഭാഷ പറയാം, ഗംഗാദേവി, ഗംഗാധരൻ ധരിച്ചിരിക്കുക, ഗംഗയെ ധരിച്ചിരിക്കുക ശിവൻ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആരാ ശിവൻ? നമ്മൾ തന്നെയാ. എന്താ കാരണം? ശിരസിലൂടെ ഗംഗ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയണുണ്ടോ? നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ഇത് ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ഭാഗവതത്തിന്റെ മുന്നിലേക്ക് വരിക. വേദം പഠിക്കാൻ സമയമില്ലെങ്കിൽ വേണ്ട, ഭാഗവതത്തിന്റെ മുന്നിലേക്ക് വരിക. അപ്പൊ നമ്മുടെ ശരീരത്തിലെ
ആമൂലാഗ്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ബോധമാണ് ഈ മനസ്സിനെയും, മനസ്സെന്ന് പറഞ്ഞാൽ സപ്പോസ് ബ്രെയിൻ എന്ന് വിചാരിക്കാം, ആ ബ്രെയിനിനെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉറവിടത്തിലേക്ക് പോവുക, ആ സെൽഫിലേക്ക് പോവുക, ആ ഞാനിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. രമണ മഹർഷി പറയും, നാരായണ നാരായണ നാമം ജപിച്ചിരിക്കുകയാണ്. ആ, നന്നായി. അപ്പൊ നാമം ജപിച്ചാൽ മാത്രം മതിയോ? ആ നാമം ജപിക്കണത് ആരാണെന്ന് നോക്കെന്നാ പറയാ. മഹർഷിയുടെ വാക്ക് എങ്ങനെയാ? ആ നാമം ജപിക്കണത് ആരാണെന്ന് നോക്ക്. ഒറ്റയ്ക്കിരുന്നാ നോക്കേണ്ടത്. നാരായണ നാമം ഒറ്റയ്ക്കിരുന്ന് ജപിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ നാരായണ നാമം ജപിക്കുന്ന ഞാനിലേക്ക് തന്നെ നോക്കണം. ശരീരമാണോ ജപിക്കണത്, മനസ്സാണോ ജപിപ്പിക്കണത്, അതോ അതിൻ്റെയും പുറകിൽ ഒരു ഉറവിടമുണ്ടോ? ഇങ്ങനെയാണ് ആ സാക്ഷിബോധത്തിലേക്ക് പതുക്കെ 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 നമ്മൾ ഉണർന്നു വരിക. ഇതിലേക്ക് എത്താനാണ് ഭാഗവതം നമുക്ക് ഋഷീശ്വരന്മാരെ വളരെ എളുപ്പത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ വളരെ സുഖമാണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ മുമ്പിൽ വന്നങ്ങ് ഇരിക്കുക, അതിനെ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിയെ പതിയെ നമ്മൾ ആരാണ്, നമ്മുടെ സ്വരൂപം എന്താണെന്ന് പതുക്കെ പിടികിട്ടും. ഭാഗവതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യവും സ്വന്തം സ്വരൂപത്തെ ഉറപ്പിച്ചു തരിക. സ്വന്തം അല്ലേ? പരീക്ഷത്തിനോട് അവസാനം വന്നിട്ട് പരീക്ഷത്ത് എന്താ പറഞ്ഞത്? എനിക്കിനി മരണഭയമില്ല. ആ മരണഭയത്തിന്റെ അവസാനത്തെ വേരും കൂടി ഗുരുനാഥൻ പിഴുതു കളയാ. മരണഭയത്തെയാണ് പിഴുതു കളഞ്ഞത്, അല്ലാണ്ട് മരണത്തെ അല്ല പിഴുതു കളഞ്ഞത്. പരീക്ഷത്തിന് നല്ല ഉറപ്പ് വന്നു. എന്താ? ഞാൻ മരിക്കില്ല, ശരീരമേ മരിക്കൂ. ശരീരം ഓൾറെഡി ജഡമാണ്, അത് പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അത് ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളുടെ സ്വരൂപമാണ്. ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് ആ സംഖ്യാനിരൂപണം, തത്വനിരൂപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചതത്വങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരം അത് പ്രകൃതിയുടേതാണ്. അതുകൊണ്ട് ഇതം ന മമ, ഇതങ്ങ് ഉപേക്ഷിച്ചേക്കുക. ഇത് തന്നെയല്ലേ ചിത്തവൃത്തി നിരോധവും, അല്ലേ? പതഞ്ജലി യോഗസൂത്രവും ഭക്തിയോഗവും തമ്മിൽ ശരിക്കും സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ വല്ല അന്തരമുണ്ടോ? ഭക്തി എവിടെന്നാ തുടങ്ങണത്? മാർഗം ഭക്തി, ലക്ഷ്യമോ ഭക്തി, ഉപായം ഭക്തി, ഉപായവും ഭക്തി. അപ്പൊ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഒടുവിൽ എത്തിച്ചേരുന്നത് എവിടെയാ? ഭക്തിയുടെ അപരാഭക്തിയിൽ നിന്ന് പരാഭക്തിയിലേക്ക്, പരമമായ അവസ്ഥയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക. ശരിക്കും പറഞ്ഞാൽ ഒന്ന് വട്ടം കറങ്ങി വരുമ്പോഴത്തേക്ക് കുറെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്താ? നമ്മൾ കയറ്റി വെച്ച കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഡീഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. വിവേകാനന്ദ സ്വാമിയോട് ഒരിക്കൽ ചെന്നൊരു ഭക്തൻ ചോദിച്ചു, ഇതൊരു തരം ഹൈപ്പോത്തിക്കേഷൻ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, വളരെ കറക്റ്റാ, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിക്കേഷൻ അല്ല, ഡീഹൈപ്പോത്തിക്കേഷൻ ആണെന്ന് പറഞ്ഞു. എന്താ കാരണം? ഞാൻ അല്ലാത്തതാണെന്ന് തോന്നി ഞാൻ എടുത്തു വെച്ച എൻ്റെ ഭാരത്തെ മുഴുവൻ കൊഴിച്ച് കളയുക. അഹന്തയെയും മമതയെയും നിരസിക്കുക, അല്ലേ? അഹന്തയെയും മമതയെയും നിരസിക്കുക. ഞാനെന്നും എൻ്റേതുമുള്ള ആ ഒരു തോന്നലുകളെ മുഴുവൻ, പ്രതീതിയെ മുഴുവൻ അങ്ങ് കൊഴിച്ചു കളഞ്ഞാൽ പിന്നെ അവസാനം എന്താണ് അവിടെ ഉള്ളത്? ഈ സുഖം കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഭാഗവതത്തിന്റെ 2ാമത്തെ ശ്ലോകം ഒന്ന് നമുക്കൊന്ന് വിചാരിച്ചു നോക്കാം. ധർമ്മപ്രോച്ചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഇനി അവസാനം നോക്കൂ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യദ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. പ്രണാമോ ദുഃഖശമന. നാമസങ്കീർത്തനം കൊണ്ട് എന്താ ലഭിക്കുക? അപ്പൊ ആദ്യം ഉപക്രമത്തിലും ഉപസംഹാരത്തിലും ഭാഗവതത്തിന്റെ 2ാമത്തെ ശ്ലോകവും അവസാനത്തെ ശ്ലോകവും എന്താണ് അതിൻ്റെ ഒരു താല്പര്യം? എന്താ? താപത്രയത്തെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ ദുഃഖത്തെ ഇല്ലാതാക്കുക. ദുഃഖത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖത്തെ ഇല്ലാതാക്കിയാൽ മതി, പിന്നെ സുഖം അവിടെ സ്വയം പ്രകാശിച്ചു കൊള്ളും. ആനന്ദം എന്ന് പറയുന്നത് പ്രകാശിക്കാനായിട്ട് അന്യാപേക്ഷ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒന്നിൻ്റെ ആവശ്യമില്ല. അജ്ഞാനത്തെ അങ്ങ് ദൂരീകരിക്കുക. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിദ്യയാണ്, അസ്മിതയാണ്, അല്ലേ? അസ്മിത, രാഗം, ദ്വേഷം, അങ്ങനെയല്ലേ പോകുന്നത് അതിൻ്റെ ക്രമം. അപ്പൊ അവിദ്യയാണ്. ഞാൻ ദേഹമാണ്. വളരെ സിമ്പിളായിട്ട് രാമായണത്തിൽ പറയും. എന്താ? ദേഹം നിമിത്തം നഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ഭ്രമിക്കുന്നു ജന്തുക്കൾ ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. രാമായണത്തിലെ വളരെ സിമ്പിളായിട്ട് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്?
ദേഹം നിമിത്തം ദേഹത്തിലേക്ക് ഏതെങ്കിലും ദേഹം പറയോ ഞാൻ ദേഹം ദേഹം പറയാറുണ്ടോ ഞാനാണെന്ന്? ദേഹത്തിലേക്ക് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക, ഇൻഡക്റ്റ് ചെയ്യുക. എന്താ കാരണം? നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം യന്ത്രത്തെ കയറി നമ്മൾ അങ്ങ് മുറുകെ പിടിച്ചിരിക്കുക. യന്ത്രിയെ വിട്ടു, എന്നിട്ട് യന്ത്രത്തിൽ അങ്ങോട്ട് മുറുകെ പിടിച്ചു. ഇതാണ് നമുക്ക് പറ്റിയ അവിദ്യ. ദേഹത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാ പ്രശ്നങ്ങളും നമ്മളിൽ അങ്ങോട്ട് തുടങ്ങുകയായി. ഈ അടിസ്ഥാനം നമ്മൾ സ്കൂളുകളിലൊക്കെ ഈ കണക്ക് പഠിക്കുമ്പോഴേ എന്താണ് സ്കൂളിൽ കണക്ക് പഠിക്കുമ്പോൾ ഈ വഴിക്കണക്ക് പഠിക്കുമ്പോൾ ആദ്യത്തെ വഴി അടിസ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ എല്ലാ സ്റ്റെപ്സും തെറ്റും, എല്ലാ സ്റ്റെപ്പുകളും തെറ്റായി. ശരിയല്ലേ? അപ്പൊ ആദ്യം ശരിയാക്കേണ്ടത് എന്താ? അടിസ്ഥാനമാണ്. അടിസ്ഥാനം എന്താ? ഞാൻ ആരാണെന്നുള്ളതാണ്. ഈ രമണ മഹർഷിയുടെ മനോഹരമായ ദേഹം നാഹം കോഹം സോഹം വളരെ സിമ്പിളായിട്ട് വേദാന്തത്തെ ഇങ്ങനെ കംപ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ദേഹം നാഹം കോഹം സോഹം. ദേഹമല്ല ഞാൻ, കോഹം ഞാൻ ആരാണ്? ഞാൻ ഇതാണ്. എന്താണ്? അത് പറയാൻ പറ്റില്ല, നിർവചിക്കാനാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിന് പറയുന്ന പേരാണ് അപരോക്ഷ അനുഭൂതി. ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഇങ്ങനൊരു വേദോത്സവം പരിപാടി നടത്തി ഇങ്ങനെ കുറച്ച് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഇതൊന്ന് സ്മരിക്കാൻ അല്ലെങ്കിൽ ഇതൊന്ന് വിചാരം ചെയ്യാനായിട്ട്, ഇതിന് സാധാരണ ബ്രഹ്മസത്രം അല്ലെങ്കിൽ സത്സംഗം എന്നൊക്കെയാണ് പറയുക. ഒരാൾ ഈശ്വര കഥകൾ പറയുക, ഈശ്വര അനുഭൂതി ഉണ്ടായ ഭക്തന്മാരെ കുറിച്ചും ഭഗവാന്മാരെ കുറിച്ചും പറയുക. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് 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 ക്രമത്തിൽ എന്നുണ്ടാവും. എൻ്റെ ഗുരുനാഥൻ പറയും ഭക്തി ക്രമത്തിൽ വർദ്ധിച്ചു വരിക. ഓരോരുത്തരുടെയും അധികാരി ഭേദം അനുസരിച്ചാണ് ഭക്തി വർദ്ധിച്ച് വരിക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 50 പേരുണ്ടെങ്കിൽ ഈ 50 പേരും 50 ക്ലാസ്സിൽ 50 ബെഞ്ചിലായിരിക്കും ഇരിക്കുക. എന്താ കാരണം? ജന്മകർമ്മ വാസനാഫലങ്ങൾ അനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വാസനകളായിരിക്കും. ഇപ്പൊ നമ്മളെല്ലാം ആഗ്രഹങ്ങളും കൊഴിഞ്ഞു പോയെന്ന് നമ്മൾ സ്വയം ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ആത്മവിചാരം. നിരന്തരം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിലോ ഏറ്റവും ഒടുവിൽ രമണ മഹർഷിയൊക്കെ 12 വയസ്സിൽ പോയിരുന്നത് പോലെ നമുക്കും ഇരിക്കാൻ പറ്റും. ഉറപ്പാ, സംശയിക്കണ്ട. നാളെ നമ്മളും അവിടെ എത്തിച്ചേരേണ്ടതാണ്. വേറെ വഴിയൊന്നുമില്ല കേട്ടോ, ഒരു സംശയവും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ വഴിയിൽ തന്നെ എത്തിച്ചേരണം. നമ്മുടെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ ഇനിയിപ്പോൾ ഭാഗവതത്തിന്റെ മുന്നിലേക്ക് വരാത്തവരാണെങ്കിലും നമ്മൾ അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ കുറെ നാളായി ഭാഗവതമൊക്കെ, ഈ സാത്വികാഭിമാനം വലിയ തടസ്സമാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായി ഭാഗവതന്റെ നാരായണിയൊക്കെ വായിക്കാൻ തുടങ്ങി, അദ്ദേഹം ഇതുവരെ ഭാഗവതം ഒന്നും തൊട്ടിട്ടില്ല, അങ്ങനെയൊന്നും ധരിക്കണ്ട. എന്താ കാരണം? അവരുടെയും ജീവിത കർമ്മ ചിലപ്പോൾ വളരെ തീവ്രമായ ദുഃഖം വന്നു കഴിയുമ്പോൾ ധ്രുവനോ പ്രഹ്ലാദന്റെയൊക്കെ കഥയൊന്ന് ആലോചിച്ച് നോക്കുക. അച്ഛനിൽ നിന്നാണ് ഏറ്റവും വലിയ ഭീഷണി. രക്ഷിക്കേണ്ട അച്ഛനാണ് ഏത് രാത്രിയിലും തല്ലിക്കൊല്ലാനും പാമ്പിനെ കടിപ്പിച്ച് കൊല്ലാനും എല്ലാം ഉത്തരവിട്ടിരിക്കണത്, അല്ലേ? ശരിയല്ലേ? അപ്പോഴും പ്രഹ്ലാദന് യാതൊരു ഭയം ഉണ്ടായിരുന്നില്ല. ഭരതയോഗീശ്വരന്റെ കഥ നോക്കൂ. ഇതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി തല വെട്ടാനായിട്ട് നിർത്തി കുനിച്ചു നിർത്തുമ്പോഴും യാതൊരു ഭയവും ഇല്ല. ഒരു ഭയവുമില്ല. കഴുത്തിൽ ചുവന്ന മാലയൊക്കെ ഇട്ട് ചുവന്ന പട്ടൊക്കെ ധരിപ്പിച്ച് വളരെ രസമാണ് ആ കഥയൊക്കെ. എന്ത് ആ കഥാസന്ദർഭങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഭാഗവതം അവതരിപ്പിച്ചിരിക്കണേ. ഭദ്രകാളിയുടെ മുമ്പിൽ പോയി ഇരുന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ബ്രഹ്മതേജസ് തട്ടിയിട്ട് ഭദ്രകാളി അകത്തുനിന്ന് കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലധാരികശിര കൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ടസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപദാം സംഹാരിണീം ഈശ്വരീം. ആ കാളി അവിടെ നിന്ന് അലറിക്കൊണ്ട് ഇങ്ങോട്ട് ചാടി എല്ലാവരെയും കണ്ട് രസിക്കാൻ വന്നവരുടെയൊക്കെ കണ്ഠം അങ്ങോട്ട് ഛേദിച്ചു എന്നാ ആ കഥാസന്ദർഭം. ശരിക്കും പറഞ്ഞാൽ ഈ തത്വം കേൾക്കുന്നതിനേക്കാൾ സുഖം എന്താണെന്നറിയോ? കഥ കേൾക്കാനാ. കഥ കേട്ട് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇങ്ങനെ സാരം നമ്മൾ തന്നെ ഇരുന്ന് ഈ കഥാസന്ദർഭം ഇങ്ങനെ മനനം ചെയ്ത് ആ തത്വം നമ്മളിലേക്ക് തനിയെ വന്നുകൊള്ളും. ഇപ്പൊ ഈയിടെയായിട്ട് ഈ ഭാഗവതാചാര്യന്മാരെ ഞാൻ വിമർശിക്കൊന്നുമല്ല കേട്ടോ, തത്വമാണ് കൂടുതൽ പറയുക. എനിക്ക് കൂടുതൽ രസിച്ചിട്ടുള്ളത് കഥയാ, സത്യം പറയാം. എന്താ കാരണം? കഥയാ എല്ലാവർക്കും രസിക്കുക, അല്ലേ? കഥയാണ്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കഥകൾ കേൾക്കുമ്പോൾ എത്ര രസാ. ആ ബാലലീലകൾ കേൾക്കാൻ എന്ത് രസാ. എന്താ കാരണം? നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഡിസോൾവ് ചെയ്ത് പോവുക. നമുക്ക് എന്താ സംഭവിക്കണമെന്ന് നമ്മൾ നോക്കാറുണ്ടോ? ഇനി നമ്മളിങ്ങനെ കഥ കേട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ചെറിയ സൂത്രം ഞാൻ പറഞ്ഞുതരാം. എന്താ? കഥ കേട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് നോക്കണം. സ്റ്റോപ്പ് എക്സർസൈസ് എന്ന് പറയും. ഇതൊരു സ്റ്റോപ്പ് എക്സർസൈസ്. പണ്ട് സ്റ്റാച്ചു കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണ ജോർജ് ഗുർജീഫ് എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഉണ്ടാക്കിയതാ സ്റ്റോപ്പ് എക്സർസൈസ്. ഇതൊരു ധ്യാന പദ്ധതിയാ. കഥ കേട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് നോക്കണം. മനസ്സവിടെ ഉണ്ടാവില്ല, മനസ്സ് തന്നെ ഒഴുകി പോയിട്ടുണ്ടാവും. അതാണ് ഈ ഭാഗവതം.
ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയത് ആത്മാർത്ഥമായിട്ടൊരു സാധകൻ ഭാഗവതത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ അയാൾക്ക് അയാളെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അയാളുടെ അഹംബോധം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അത്ര സുഖമായിട്ട് അതങ്ങ് ഡിസോൾവ് ചെയ്യും. അത്രയ്ക്ക് സൂക്ഷ്മ ബുദ്ധിയോടുകൂടിയാണ് ഭാഗവത കഥകൾ ഇങ്ങനെ ചമച്ച് 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 അതിൻ്റെ അകത്ത് ആ സാരം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സാരം ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ രസിക്കും. എൻ്റെ ഗുരുനാഥൻ പറയും, ഈ ശൗനകാദി മുനീശ്വരന്മാർക്കാണ്, ശൗനക ഗോത്രത്തിൻ്റെ അത്ര ഈ ഋഗ്വേദത്തിലെ 3-ാമത്തെ മണ്ഡലം ആ ശൗനക ഗോത്രത്തിൻ്റെയാണ്. ബൃഹത് സംവിധ, ശൗനക ശിക്ഷയൊക്കെ അതിൽ വരുന്നതാണ്. ഞാൻ കൂടുതൽ ഈ ഗഹനമായ വിഷയങ്ങൾ അധികം പറയാറില്ല. ആ ഭാഗങ്ങളൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. ഋഗ്വേദം 3-ാം മണ്ഡലത്തിലാണ്. ഗുരുനാഥൻ വേദപണ്ഡിതനായിരുന്നു, ഋഷിതുല്യനായിരുന്നു. എനിക്ക് ഗുരുനാഥനായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത്. അല്പം പാലേലി നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥന് ഋഗ്വേദ സൂക്തങ്ങളൊക്കെ മിക്കവാറും കാണാപ്പാടായിരുന്നു, ഹൃദിസ്ഥമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ എന്ത് നമ്മൾ പറഞ്ഞാലും അപ്പം അതിന് മറുപടി പറയാൻ മന്ത്രോച്ചാരണങ്ങളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പോയിരിക്കുമ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയതാണ്. 10-12 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റി. എനിക്ക് സംസ്കൃതം ഒന്നും അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയായിരുന്നു 10-12 വർഷം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരിക്കും, ഇല്ലത്ത് ഇങ്ങനെ പോയിരിക്കും. അപ്പം അദ്ദേഹത്തിന് ഞാനിങ്ങനെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ വിട്ടതും പറയും. അവിടുന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുകയും ഒരുപാട് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെയും ഓഷോയുടെയൊക്കെ എൻ്റെ ഈ സത്യാന്വേഷണത്തിൽ ഞാൻ നിരവധി പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു കൂട്ടുമായിരുന്നു. എന്നിട്ട് ഈ പുസ്തകങ്ങൾ വായിച്ചതിലെ എല്ലാം ഈ വേദാന്ത തത്വങ്ങൾ ഇരുന്ന് ഗുരുനാഥനോട് പറയും. അപ്പോൾ ഗുരുനാഥൻ ഉടനെ എന്നെ സൂക്തങ്ങളായിട്ട് മറുപടി പറഞ്ഞു തരും, ഈ ഓരോ മന്ത്രങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അനുഭവമാണത്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ എന്തെല്ലാം പറയുന്നുണ്ട് അതെല്ലാം എന്തിൻ്റെ അകത്തുണ്ട്, ഈ ഭാഗവതത്തിലും നമ്മുടെ വേദങ്ങളിലും ഇങ്ങനെ ഒളിപ്പിച്ച് രസിപ്പിച്ച് വെച്ചിരിക്കുക. അതങ്ങ് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ഉണർവായി. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ അത്ഭുതം. ഇതിനൊരു എൻഡ് ഉണ്ടോ? അതുമില്ല. ഇതിനൊരു അവസാനമില്ല. ഈ സത്യാന്വേഷണം എന്ന് പറയുന്നത് സത്യം നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടങ്ങ് പോകാം. നമ്മളങ്ങോട്ട് നിന്ന് കൊടുത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സത്യം നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടും. ആരാ സത്യം? ഗുരുവായൂരപ്പനാ. നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോവുക ശരിക്കും വാസ്തവത്തിൽ ചെയ്യുക. അപ്പോൾ പറഞ്ഞറിയാനാവാത്ത സുഖം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. ആ ആനന്ദം മാത്രമാണ് ശാശ്വതമായ ആനന്ദം. അതൊരിക്കലും നഷ്ടപ്പെടില്ല. ബാക്കി എല്ലാം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയസുഖങ്ങൾ. ഇപ്പം ചില ആളുകളെയൊക്കെ കണ്ടാൽ എത്ര കാലമായി ഊണ് കഴിക്കണു എന്നിട്ടും തൃപ്തി വന്നിട്ടുണ്ടാവില്ല. എന്താ കാരണം? വയസ്സായി, 75 വയസ്സായി. ഞാൻ കളിയാക്കല്ല കേട്ടോ, 75 വയസ്സായി. എന്താ ഇനി അച്ഛൻ എന്താ ആഗ്രഹം? വിദേശത്തുനിന്ന് മകൻ ചോദിക്കുക, എന്താ ഇനി അച്ഛൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ സാധിക്കാൻ? അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് അവസാനം ഉണ്ടാവില്ല. എന്താ കാരണം? മനസ്സങ്ങനെയാ. മനസ്സിന് കാമിക്കാൻ മാത്രമേ അറിയുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോളൂ. കാമനകളുടെ കൂട്ടമാണ് മനസ്സ്. മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ കാമനകളുടെ കൂട്ടമാണ്, വാസനകളുടെ കൂട്ടമാണ്. അതിന് കാമിക്കാൻ മാത്രം. മനസ്സിന്റെ മരണമാണ് സംതൃപ്തി. ഞാൻ പറഞ്ഞ എന്താ? മനസ്സിന്റെ മരണമാണ് സംതൃപ്തി. മനസ്സ് മരിക്കണോ? എല്ലാം സുഖായി. അതാണ് ഈ ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്നത് പോലും നിരന്തരമായൊരു തോട്ട് പ്രോസസ്സാണ്. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ഭാഗവതം വായിക്കുന്നു, ഇവിടെ എല്ലാമുള്ള ഞാനും ഒരു തോട്ട് പ്രോസസ്സാണ്. അഖണ്ഡമായി ഇങ്ങനെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഈ 3 അവസ്ഥകളിലും അഖണ്ഡമായി അതിങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഞാനിനെ പിടിക്കണമെങ്കിൽ എന്താ ഒരു മാർഗം? ഒന്ന്, അതിനെ തന്നെ സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, അവധാനതയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. പിന്നെയുള്ള വളരെ എളുപ്പമാർഗം എന്താ? ഭാഗവതത്തിന്റെ മുന്നിൽ വന്നിരിക്കുക, നിരന്തരം കഴിയുന്നത്രയും സത്സംഗം ചെയ്യുക. വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സാധുക്കളെ പോയി നമസ്കരിക്കുക, ഭാഗവത വേദികളിൽ പോയി നമസ്കരിക്കുക. എന്താ നമസ്കരിച്ചാലുള്ള പ്രത്യേകത? ദീർഘദണ്ഡം അങ്ങോട്ട് നമസ്കരിച്ചാൽ എന്താ ബുദ്ധിമുട്ട്? എന്താ? ഈഗോ അങ്ങ് പോവുകയാണേ. ഡ്രോപ്പ് യുവർ ഈഗോ, ഡ്രോപ്പ് യുവർ പേഴ്സണാലിറ്റി. സൈക്കോളജി അതല്ലേ. അങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ ആ സെക്കൻഡിൽ നമ്മുടെ ഈഗോ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഒരാളെ നമസ്കരിക്കാൻ പറ്റുള്ളൂ. ശത്രുവിനെ നമസ്കരിക്കാൻ പറയുന്നതിന്റെ കാരണം അതാ. എന്താ കാരണം? നമ്മൾ വെറുക്കുന്നവരെ നമസ്കരിക്കുക. എന്താ കാരണം? ഇതെല്ലാം ധ്യാനത്തിൽ ചെയ്യേണ്ടതാണ്. മനസ്സുകൊണ്ട് ധ്യാനിക്കാനൊക്കെ ഇരിക്കുമ്പോഴേ, ഈ മെഡിറ്റേഷൻ പഠിക്കുമ്പോൾ ഇന്നത്തെ ആരെങ്കിലും ധ്യാനം പരിശീലിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാം, ധ്യാനിക്കാനിരിക്കണേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ ഭൗതിക ജീവിതാനുഭവത്തിൽ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കും. ഏറ്റവും അധികം നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച അനുഭവങ്ങൾ, നമ്മൾ അപമാനിക്കപ്പെട്ട അനുഭവങ്ങൾ. ധ്രുവന്റെ കഥയിൽ അങ്ങനെയല്ലേ? അപമാനിച്ചു. എൻ്റെ ഗുരുനാഥൻ പറയും, 7ാമത്തെ വയസ്സിൽ അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു ദൃഢചിത്തം, ദൃഢത. എന്തെല്ലാം പറഞ്ഞു നോക്കി നാരദ ബ്രഹ്മർഷി. 7 വയസ്സായ കുട്ടിക്ക് പറ്റിയതൊന്നും അല്ല തപസ്. തിരിച്ചു പൊക്കോളൂ. എത്ര കാലം, 10,000-കണക്കിന് വർഷം എന്തെല്ലാം ഒറ്റക്കാലിൽ നിന്നും എന്തെല്ലാം ബുദ്ധിമുട്ടി തപസ് ചെയ്തിട്ട് പോലും പ്രാപിക്കാൻ പറ്റാത്ത ആ മഹാസത്യത്തെ പ്രാപിക്കാനായിട്ട് 7 വയസ്സായ കുട്ടിയായി നിനക്ക് സാധിക്കോ?
എന്തെല്ലാം പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി നോക്കി ഗുരുനാഥൻ, പക്ഷെ നല്ല ഉറപ്പായിരുന്നു. ആ ദൃഢത, ഗുരുനാഥൻ അത് പറയുമ്പോൾ ഗുരുനാഥന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് പൊഴിയും. എന്താ? എന്നിട്ട് നമുക്കിപ്പോഴും ആ ഒരു സ്ഥൈര്യം, സ്ഥിരത, സ്ഥിതപ്രജ്ഞത്വത്തിലേക്ക് എത്തണമെങ്കിൽ സ്ഥിരത വേണം. ഭഗവത്ഗീതയിൽ അങ്ങനെയല്ലേ പറയാ, സ്ഥിതപ്രജ്ഞത്വം. പ്രജ്ഞ സ്ഥിതമാവണമെങ്കിൽ, ഉറയ്ക്കണമെങ്കിൽ, അതിലേക്ക് തന്നെ, പ്രജ്ഞയിലേക്ക് തന്നെ അഖണ്ഡമായി നിൽക്കണമെങ്കിൽ എന്ത് വേണം? നല്ല സ്ഥിരത വേണം, സ്ഥൈര്യം വേണം. എന്തേ നമുക്കത് ഉണ്ടാവുന്നില്ല എന്നാണ് ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞ് പ്രചോദനം നൽകുമ്പോഴാണ് ബുദ്ധിക്ക് കൂടുതൽ കൂടുതൽ അതിനോട് ഇൻസ്പിറേഷൻ വരിക. അതെങ്ങനെയുള്ള ആളായിരിക്കണം? പറയുന്ന ആൾക്ക് നല്ല ഉത്സാഹം വേണം. അയാളും അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. അപ്പൊ പരസ്പരം പ്രചോദിപ്പിക്കാം. ഇതാണ് സത്രത്തിന്റെ ഉദ്ദേശം. ഈ സ്ഥിരത, ഈ ഒരു ദൃഢത വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സത്യത്തെ പ്രാപിക്കാൻ, അപ്പോഴോ ഉപദേശം കൊടുക്കുകയായി. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം കൊടുത്തു. മധുവനത്തിൽ പൊക്കോളൂ, എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്, ഭഗവാന്റെ രൂപം എങ്ങനെയാണ്, ഭഗവാന്റെ രൂപം പറഞ്ഞു കൊടുത്തു, ധ്യാന മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, എല്ലാം ഉപദേശിച്ചു കൊടുത്തു, അനുഗ്രഹിച്ചു വിട്ടു. അപ്പൊ തന്നെ വേണ്ടതെല്ലാം കിട്ടി അല്ലേ? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേൻ. ആ വാക്കവിടെ സത്യമായില്ലേ? നമുക്ക് എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് ഈ പ്രപഞ്ചത്തിൽ ചുറ്റി നമ്മൾ ഇങ്ങനെ ലൗകിക സുഖങ്ങൾ, ഞാൻ ലൗകിക ദൃഷ്ടിയിൽ തന്നെയാണ് കേട്ടോ നോക്കിക്കാണുക. ലൗകിക ദൃഷ്ടിയിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നിരന്തരം ഇങ്ങനെ എല്ലാം ജഗത്യാം ജഗത്, അത് തന്നെ വാക്ക്. എന്താ? എല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, ഇൻ മോഷനാണ്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം റിലേറ്റീവ്ലി റിയൽ ആണ്. ആപേക്ഷിക സത്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് കണ്ട മനുഷ്യനല്ല നാളെ കാണുന്നത്. എന്താ കാരണം? അയാളുടെ ശരീരത്തിലെ നിരവധി കോശങ്ങൾ രാത്രി കിടന്നിറങ്ങിയപ്പോൾ തന്നെ നശിച്ചു കഴിഞ്ഞു, പുതിയ കോശങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരം 4 അവസ്ഥകളിൽ കൂടി കടന്നു പോണു, ഒടുവിൽ വാർദ്ധക്യത്തിൽ എത്തുന്നു. നിരന്തരം നിരവധി മനുഷ്യർ നമ്മുടെ മുമ്പിൽ മരിച്ചു വീണുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ശരീരം മരിക്കുന്നതിന് മുൻപ് മരിക്കാത്ത ഒരു എലമെന്റ്, ഞാനിതാണ് ഇഗ്നൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മരിക്കാത്ത ഒരു എലമെന്റ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിന്റെ അകത്തുണ്ട്, ശരീരത്തിൽ പ്രവഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഗംഗാധരൻ സുഷുമ്നയിലൂടെയും ഇടയിലൂടെയും പിങ്കളയിലൂടെയും 3 നാഡികളിലൂടെ. സുഷുമ്ന മിക്കവാറും പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ് സാധാരണക്കാരിൽ. ഭക്തന്മാരിലും യോഗികളിലുമാണ് അത് പ്രവർത്തിക്കുക എന്ന് പറയും. ഇട, പിങ്കള, സൂര്യനാഡി, ചന്ദ്രനാഡി, പോസിറ്റീവ്, നെഗറ്റീവ്, ഇത് ഇഗ്നൈറ്റ് ചെയ്ത് സുഷുമ്നയിലൂടെ പ്രാണനെ പ്രവേശിപ്പിച്ച് പ്രാണനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ഗംഗാധരൻ. ആ ഗംഗാധരനാണ് ശിവൻ. അതിലേക്ക് ഓരോ മനുഷ്യനും എത്തിച്ചേരേണ്ടതാണ്. അതിലേക്ക് എത്തിച്ചേരാനാണ് ഈ ഭാഗവത സത്രം മുഴുവൻ നടത്തുന്നതും ഈ സത്സംഗം നടത്തുന്നതും. നമ്മുടെ ദർശനങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ആവേശം വരും. എന്താ കാരണം എന്നറിയോ? എല്ലാ ദർശനങ്ങളുടെയും, എല്ലാ സംഹിതകളുടെയും, എല്ലാ പുരാണങ്ങളുടെയും എല്ലാ വഴികൾ, എത്രയെത്ര മാർഗങ്ങളാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മാർഗം അവലംബിക്കാം. ഏത് മാർഗം അവലംബിച്ചാലും. ഇനി ഈ ആധ്യാത്മിക മാർഗം ഭൗതികതയ്ക്ക് വല്ല തടസ്സമാണോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ കുറച്ചു മുമ്പ് തിരുമേനി പറഞ്ഞു അത്രയ്ക്കൊന്നും ആയിട്ടില്ല, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്താ? ഞാനെന്താ പറഞ്ഞു, ഈ നാമവും രൂപവും കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അത്രയ്ക്കൊന്നും എന്താ, ഒരാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോ എന്താ അതിന് കാരണം? ഭൗതികതയ്ക്ക് തടസ്സമല്ല. ശരിക്കും ആധ്യാത്മികമായ അടിത്തറ ഉറച്ചു കഴിഞ്ഞാൽ ഭൗതികതയിൽ കൂടുതൽ വിളവുകൾ കൊയ്യാന്നാ ഞാൻ പറയാം. ശരിക്കും ആധ്യാത്മികമായ അടിത്തറ, അവബോധം ഉറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സത്യമല്ല, ഇതൊന്നും പെർമനന്റ് അല്ല എന്ന പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അയാള് നിഷ്കാമ കർമ്മയോഗം അനുഷ്ഠിക്കാൻ തുടങ്ങും. അയാൾ എന്താ ചെയ്യുക? ഇപ്പൊ നമ്മൾ സാധാരണ യജ്ഞങ്ങളെ ചെയ്യുമ്പോൾ എങ്ങനെയാ? വിഷ്ണവേ സ്വാഹ അല്ലെ, അഗ്നയെ സ്വാഹ എന്ന് പറഞ്ഞിട്ടല്ലേ? എന്റെ ഗുരുനാഥൻ പറയും വിഷ്ണവേ സ്വാഹ എന്ന് ജപിച്ചിട്ട് അടുത്ത് വിഷ്ണവേ ഇതം നമ എന്നും കൂടെ ചൊല്ലണം എന്ന് പറയും. എന്താ കാരണം? ഇതിന്റെ ഫലം കൂടി വിഷ്ണുവിന് ഇരിക്കട്ടെ എന്നാണ്. മറ്റേത് നമ്മളെന്താ, ഫലത്തെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുക അല്ലേ? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് കർമ്മം. എന്താ ചെയ്യുക? ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണു. ഒരു സ്കൂൾ അധ്യാപകൻ പഠിപ്പിക്കുമ്പോഴും എല്ലാം അവരുടെ ലക്ഷ്യം എന്താ? അതിൽ നിന്നുള്ള വരുമാനത്തിലാ അല്ലേ? സത്യമാണത്. ഇല്ലാണ്ട് നമുക്ക് ഉദരനിമിത്തം ബഹിർദവേഷം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ആധ്യാത്മികനായി കഴിഞ്ഞാലോ പതിയെ പതിയെ അയാളുടെ ശ്രദ്ധ എവിടെയാവും? ഇതെല്ലാം ഈശ്വരനാണെന്നുള്ള പൂർണ്ണ അവബോധം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫലം കൂടി ഈശ്വരന് തന്നെ ഇരിക്കട്ടെ. വളരെ കൃത്യമായി. അപ്പൊ ഫലവും ഈശ്വരനെ സമർപ്പിച്ചാലോ ഞാൻ ശൂന്യനായി, എനിക്കൊന്നും വേണ്ട, ഞാനിപ്പോ തന്നെ ആനന്ദത്തിലാണ്, എനിക്കൊന്നും ആയി തീരേണ്ടതില്ല, ഞാൻ ഇപ്പോഴേ പരിപൂർണനാണ്. അതല്ലേ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണമേവ അവശിഷ്യത. ആ മന്ത്രത്തിന്റെ താല്പര്യം അതല്ലേ, ഊർജ നിയമത്തിന്റെ മന്ത്രം അത്. അർത്ഥം പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂർണ്ണത്തിൽ നിന്ന് എടുത്താലും എടുത്തു മാറ്റിയാലും പൂർണ്ണത്തിൽ നിന്ന് ഉണ്ടായാലും എല്ലാം അവസാനം എന്ത് സംഭവിക്കും? പൂർണ്ണം അവശേഷിക്കും. പൂർണ്ണം മാത്രമേ അവശേഷിക്കും. അപ്പൊ എല്ലാം ഈശ്വരനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ നമ്മളെല്ലാവരും ആരാ? പൂർണ്ണരാണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ഈ ഓട്ടം ഓടില്ല. അത്രേ ഉള്ളൂ. ഓട്ടം നിർത്തും, നെട്ടോട്ടം ഒന്നും ഓടില്ല, വളരെ ശാന്തമാവും. നടപ്പ് പോലും പതുക്കെയാവും, നല്ല അവധാനതയോടുകൂടിയേ നടക്കുകയുള്ളൂ. സാധുക്കളെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ സത്യാന്വേഷണം, സത്യം ഗ്രഹിച്ച, സത്യം അനുഭവിച്ച ആളുകളെ ഒബ്സർവ് ചെയ്ത് നോക്കുക. അവർ പതുക്കെ നടക്കുകയുള്ളൂ. ഓരോ ശ്വാസവും കടന്നു പോകുമ്പോൾ നല്ല സുഖമായിരിക്കും. ആഹാരം ആസ്വദിച്ചേ കഴിക്കുള്ളൂ, ചവച്ചരച്ചേ കഴിക്കുള്ളൂ, ആവശ്യത്തിനേ കഴിക്കുള്ളൂ, ശരീരത്തെ പീഡിപ്പിക്കില്ല. ഉറക്കം വരുമ്പോഴും സുഖമായിട്ട് ഉറങ്ങും. ആ, സുഖമായിട്ട് കിടന്നുറങ്ങും, ശാന്തമായിട്ട് കിടന്നുറങ്ങും. എന്താ കാരണം? മനസ്സ് ശാന്താണ്. ഈ അവസ്ഥയിലേക്ക് എത്തും. ഇതല്ലേ ശരിക്കും നമുക്ക് പ്രാപിക്കേണ്ടത്? ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർക്കൊക്കെ ഉറങ്ങണമെങ്കിൽ എന്തെല്ലാം, എന്തൊരു പാടാ. ആ സമയം വരെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഏതാ അല്ലേ? ഉറങ്ങുന്ന 1 മണിക്കൂർ മുൻപ് പോലും നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റണ്ടോ? എന്തൊരു അഡിക്ഷനാണ് മനുഷ്യന് വരണമെന്ന് ആലോചിച്ച് നോക്കൂ. 1 മണിക്കൂർ മുമ്പെങ്കിലും, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ്. നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ച കാര്യമാണ് എന്താ? ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്. സ്കൂൾ റൈംസ് പഠിച്ചതാ. നഴ്സറി സ്കൂളിലെ കുട്ടികൾക്ക് പഠിപ്പിക്കണ. ഏർലി ടു ബെഡ് അല്ലേ? ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി, വൈസ്. ഹെൽത്തി, വെൽത്തി, വൈസ്. അതിൻ്റെ അകത്ത് എല്ലാ താല്പര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിളായ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഭഗവാൻ എങ്ങനെയായിരുന്നു? 9 മണിക്ക് കിടന്നുറങ്ങും, 3 മണിക്ക് എഴുന്നേക്കും. നമ്മൾ എത്ര മണിക്ക് ഇപ്പോൾ കിടന്നുറങ്ങണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. 9 മണിക്ക് കിടന്നുറങ്ങും, 3 മണിക്ക്. ഭാഗവതം ഭഗവാന്റെ ആ ജീവിതം, ആ ദശമസ്കന്ധം എടുത്തൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഭഗവാന്റെ ജീവിതചര്യകളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. അനുകരിക്കണ്ട, ഒന്ന് ഫോളോ ചെയ്താൽ മതി. അനുകരിക്കാൻ ഞാൻ പറയില്ല, ഭഗവാൻ അനുകരിക്കാനൊന്നും ഒരാൾക്ക് സാധ്യമല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭാഗവതത്തിലെ ധ്രുവന് മോക്ഷം കിട്ടി, ധ്രുവ പദവിയിലെത്തി. പ്രഹ്ലാദന് മോക്ഷം കിട്ടി, അവരൊക്കെ രക്ഷപ്പെട്ടു. നമ്മുടെ കാര്യമല്ലേ ചിന്തിക്കേണ്ടത്? ഇനി നമ്മളല്ലേ കരികാലത്തിൽ കിടന്ന് ഈ വട്ടത്തിൽ കിടന്ന് സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കണേ. അവരുടെ കഥ കേട്ടു, നല്ല രസമായി. കഴിഞ്ഞ കൊല്ലത്തെ ഭാഗവതത്തെക്കാൾ കേമായിട്ടോ എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ഗ്രഹിക്കുക എന്നുള്ളതല്ലേ. എൻ്റെ ഗുരുനാഥൻ പറയും എപ്പോഴും, എനിക്കെന്ത് ലഭിച്ചു എന്ന് തന്നെയാണ് ചിന്തിക്കണ്ടേ. അവിടെ അല്പം തമസ് തന്നെ ചിന്തിച്ചോളൂ. എനിക്കിതിൽ നിന്ന് എന്താണ് ലഭിക്കേണ്ടത്? എനിക്കെന്ത് മാറ്റമാണ് ഭാഗവതം ഗ്രഹിച്ചത് കൊണ്ട്, ഭാഗവതം ശ്രവിച്ചത് കൊണ്ട് എനിക്കെന്ത് മാറ്റം സംഭവിച്ചു? ഈ കഥകൾ കേട്ടുകൊണ്ടുള്ള രസം, ഓക്കെ, ടു ദാറ്റ് എക്സ്റ്റെൻഡ് ഇറ്റ് ഈസ് ഓക്കെ. ഞാൻ അത് ഗ്രഹിച്ചു, രസിച്ചു. രസമാണ് എല്ലാത്തിനും. അമൃതരസം തന്നെയാണ് ഭാഗവതം. അമൃതരസമാണ്. എല്ലാം ആസ്വാദിക്കാണ്. നമ്മളെല്ലാം ആസ്വദിക്കുകയാണ്. ഭക്ഷണമായാലും സിനിമയായാലും ജീവിതം ആസ്വദിക്കാനാ പറയും അല്ലെ? അങ്ങനെയല്ലേ പറയാ? ജീവിതം ആസ്വദിക്കണം തന്നെ പറയാം. പക്ഷെ ജീവിതം എങ്ങനെ ആസ്വദിക്കണം, കൂടെ മരണവും ആസ്വദിക്കാൻ പഠിപ്പിക്കുകയാണ് ഭാഗവതം. അവിടെയാണ് ജീവിതവും മരണവും ആസ്വദിക്കാൻ പഠിപ്പിക്കും. ഒരു ഭയവും കൂടാതെ മരിക്കാൻ തയ്യാറെടുക്കും. നല്ലോണം മരിക്കാൻ സന്നദ്ധനായി തീരും. അവസാനമാകുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ഭാഗവതമൊക്കെ വായിച്ച് നന്നായിട്ട് ഗ്രഹിച്ചവരാണെങ്കിൽ പറയാം, എന്നെ വെന്റിലേറ്ററിലൊന്നും കൊണ്ടുപോയി ഇടണ്ട കേട്ടോ. എന്നെ വെന്റിലേറ്ററിലേക്ക് ഒന്നും കൊണ്ടുപോകണ്ട. എൻ്റെ അടുത്തിരുന്ന് ഹരിനാമകീർത്തനം ചൊല്ലി ആ ഗംഗാജലം മാത്രം ഒന്ന് വായിലേക്ക് ഒഴിച്ചു തരിക. ഞാൻ നാമം ജപിക്കാൻ എനിക്ക് പറ്റില്ല, അടുത്തിരുന്നൊന്ന് നാമം ജപിക്കുക എന്ന് പറയാറാവണം. അത്രയും നല്ല ധൈര്യം മനസ്സിന് വരണം. മനസ്സിന് ധൈര്യം തരാനാണ് ഭാഗവതം. നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പൗരുഷമാണ് നമുക്ക് പ്രദാനം ചെയ്യേണ്ടത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, അത് കിട്ടുന്നില്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് ഈ കടലിൽ വലിച്ചെറിയാനാണ് പറഞ്ഞത്. സ്വാമിജി അങ്ങനെയൊക്കെ പറയും. ഈ നിങ്ങൾക്ക് ആ പൗരുഷം, എന്താ പൗരുഷം? ബലം കിട്ടുന്നില്ല എങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ശരിക്കും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്താ പഠിപ്പിക്കുന്നത് നമ്മളെ? ഒരു കുട്ടി ചെറുപ്പത്തിലത് ഗ്രഹിക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? ആ കുട്ടിക്ക് നല്ല ബലം ഉണ്ടാവും. ഭാഗവതം ചെറുപ്പത്തിലേ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല ബലമായിരിക്കും. 18 വയസ്സിനുള്ളിൽ രാമായണവും ഭാഗവതമൊക്കെ ശരിക്കും ഗ്രഹിച്ച് ചിന്തിച്ചിട്ട് വേണം ലൗകിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ പ്രവേശിച്ചാൽ എന്തായിരിക്കും? അയാൾ ഏത് വഴി പോയാലും അയാൾക്ക് കാലിടറില്ല. അയാൾ ഭൗതിക സുഖങ്ങളുടെ പുറകെ അങ്ങനെ നെട്ടോട്ടോടില്ല. ധർമ്മം, അർത്ഥം, കാമം. ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിന്റെ നടുക്ക കൊണ്ടേ വെച്ചത് ഏത്? കാമവും മോക്ഷവും. ആഗ്രഹങ്ങളും കാമവും, ധർമ്മം, അർത്ഥവും കാമവും നടുക്ക ഫിക്സ് ചെയ്തത്. ആദ്യം ധർമ്മം, ഏറ്റവും ഒടുവിൽ മോക്ഷം. അപ്പൊ നോക്കൂ, നമ്മൾ ഭക്തിയിൽ തുടങ്ങിയതല്ലേ? ഭാഗവതത്തിൽ ഭക്തിയല്ലേ തുടങ്ങുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, തുടങ്ങുന്നത് ഭക്തിയിലെ, ഒടുക്കവും എത്തിച്ചേരുന്നത് ഭക്തിയിൽ തന്നെ.
ആ ഒടുവിലത്തെ ഭക്തിയിലെത്തുമ്പോഴോ ഒന്നും ആവശ്യമില്ലാത്ത ഭക്തിയാ. അഹൈതുകീ ഭക്തി, നിർവ്യാജ ഭക്തി, പരാഭക്തി എന്നൊക്കെയാണ് പ്രയോഗം. ശബ്ദങ്ങൾ അങ്ങനെയാ. എന്താ നിർവ്യാജ ഭക്തി? എനിക്കൊന്നും ആവശ്യമില്ല. ഗജേന്ദ്രന്റെ അവസ്ഥ നോക്കൂ. ഒടുവിൽ വന്നിട്ട് ഭഗവാൻ ചോദിക്കുക, ഏത് വരാ, എന്ത് വരാ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എന്താ വേണ്ടത്? നാരായണ അഖില ഗുരോഹോ ഭഗവൻ നമസ്തേ. ഇത് പറയുമ്പോ തന്നെ എനിക്ക് പൂർണ്ണ ആനന്ദാണത്രേ. പിന്നെ എനിക്ക് വേറൊന്നും ആവശ്യമില്ല എന്നാ പറയണേ. കുട്ടിക്കാലത്ത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് അനുഭവം, സ്വന്തം അനുഭവം വേണമല്ലോ പറയാൻ. ഭാഗവതം കേൾക്കുമ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാ. അന്ന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകി. എന്തിനാന്നറിയില്ല, അന്ന് കുട്ടിയാ, അന്ന് വളരെ ചെറുപ്പമാ. കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുക അതിൻ്റെ മുമ്പിലേക്ക്. ആചാര്യൻ ഇങ്ങനെ പറയാ, എന്താ? ഗജേന്ദ്രന്റെ മുമ്പിലേക്ക് ആ ശ്രീഹരി അതിശീഘ്രം അങ്ങോട്ട് ആഗമിച്ചു. ആ ശ്ലോകമൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? സ്വന്തം സരസിരുഹ. ആ ഭഗവാൻ ആ സരസിൽ, ആ സരസിനൊക്കെ എത്ര മനോഹരമായിട്ടാ ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കണേ. എത്ര മനോഹര! ആ തടാക, ആ പ്രകൃതി വർണ്ണന തന്നെ എന്തൊരു അത്ഭുത. ആ തടാകത്തിന്റെ ആ ജലത്തിന്റെ അടിയിലൂടെ ഇങ്ങനെ സ്വച്ഛന്തം മീനുകൾ സഞ്ചരിക്കുമ്പോൾ ആ താമരപ്പൂക്കൾ നിൽക്കുന്നതിന്റെ തണ്ടിൽ തട്ടിയിട്ട് ആ കാവ്യഭാവന നോക്കൂ. തണ്ടിൽ തട്ടിയിട്ട് അതിലെ ഈ സ്വർണത്തിന്റെ പൂമ്പൊടി ഇങ്ങനെ ജലത്തിലേക്ക്, തടാകത്തിലേക്ക് ഉതിർന്നു വീണിട്ട് അതിന്റെ സുഗന്ധം അവിടെ മുഴുവൻ, ആ ദിക്ക് മുഴുവൻ വ്യാപിച്ചു അത്രേ. എന്തൊരു, അങ്ങനെ ഓരോ തരത്തിലും ചരിത്രപരമായിട്ട്, ശാസ്ത്രപരമായിട്ട്, കാവ്യാത്മകമായിട്ട്, പ്രകൃതി വർണ്ണനാപരമായിട്ടൊക്കെ ഭാഗവതത്തെ നോക്കിക്കാണുമ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത് മുഴുവൻ നമുക്ക് ഇങ്ങനെ ഇതിലൂടെ ഒന്നും സഞ്ചരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഗഹനമായിട്ട്, അത്ര മനോഹരമായിട്ടാണ് അതിലൂടെ മനസ്സിങ്ങനെ പോവുക, ഒഴുകി പോവുക. ഓരോ ഓർമ്മ വരുന്നത് ഇങ്ങനെ ഗുരുനാഥനെ ഓർമ്മിപ്പിക്കണത് ഇങ്ങനെ നിങ്ങളുമായിട്ട് സംവദിക്കുക. വാസ്തവത്തിൽ തുടക്കം എടുക്കുക ഒന്നും ഞാൻ വിടുന്നില്ല, ഞാനങ്ങനെ അഴിച്ചുവിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക സത്യത്തില്. അത്ര മനോഹര. അവിടെ എന്താ ഗജേന്ദ്രൻ പറഞ്ഞ്? നാരായണ അഖില ഗുരോഹോ ഭഗവൻ നമസ്തേ. ഒറ്റ മന്ത്രം മതി ഭഗവാനെ. ഈ നാരായണ എന്ന് പറയുന്ന ആ ശബ്ദം മാത്രം മതി. പ്രഹ്ലാദന്റെ നോക്കൂ, നാരായണനാമം നിരൂപണം ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാ മരണഭയത്തെ അതിജീവിക്കുക മാത്രമല്ല, മരണത്തെ അതിജീവിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, ഇന്ന് വരെ കാണാത്ത ഒരു അവതാരമൂർത്തിയുടെ രൂപത്തിൽ ഭഗവാൻ അവിടെ അവതരിച്ചു, നരസിംഹമൂർത്തി. ഇന്നും എത്ര ഭാഗവത ആചാര്യന്മാര്, ഇപ്പൊ വൈശാഖ മാസത്തിലെ എത്ര സ്ഥലങ്ങളിൽ നരസിംഹാവതാരത്തെ വർണ്ണിച്ചിട്ടും മതിയാവണില്ല. അതങ്ങനെയാ. ഈ അമൃതരസം കോരി കുടിക്കും തോറും നമുക്കിപ്പോൾ നാളെ ഇരുന്ന് പറഞ്ഞാലും മറ്റന്നാൾ ഇരുന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ബോറും അടിക്കില്ല. എന്താ കാരണം? അത്ര ആനന്ദം ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു നൽകിക്കൊണ്ടിരിക്കും. അതാണ് സത്യമുള്ള ഋഷീശ്വരന്മാരെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം? അക്ഷരബ്രഹ്മം എന്നാ പറയാ. വേദം തന്നെ എങ്ങനെയാ? ഈ ഭൂമി ഒന്ന് നോക്കൂ, ഒരു മൺകട്ട ആകാശത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ നിരവധി ഗോളങ്ങൾ. ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കൂ, എത്ര നിരവധി ഗോളങ്ങളാ. സൂര്യനെ ആശ്രയിച്ച് അല്ലേ ഇങ്ങനെ ഗോളങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള നിരവധി ബ്രഹ്മാണ്ടങ്ങളാണത്രേ ഭഗവാന്റെ ശരീരത്തിലൂടെ ആ ബ്രഹ്മാവ് അന്ന് കണ്ടത്. ആ ചെറിയ കുട്ടിയായിരിക്കുന്ന, ഉണ്ണിയായിരിക്കുന്ന ആ പശുക്കുട്ടികളെയും മറച്ച കഥയില്ലേ, ഗോപാലന്മാരെ മറച്ച കഥയില് ബ്രഹ്മാവ് നോക്കിയപ്പോ എന്തായിരുന്നു ആ ശ്ലോകം? എന്തായിരുന്നു? ക്വാഹം തമോ മഹദം, ക്വാഹം തമോ മഹദഹം ഖജരാഗ്നിവാർഭു സംവേഷ്ടിതാണ്ഡകട സപ്തവിധസ്തികായ ക്വേദൃഗ്വിദാവിഗണിതാണ്ഡപരാണുചര്യ വാദാത്വരോമ വിവരസ്യ ചതേ മഹിത്വം. ആ ശ്ലോകം അതാ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചൊരു ശ്ലോക. എന്താ അത്? ഇങ്ങനെ രോമകൂപങ്ങളിലൂടെ ബ്രഹ്മാണ്ടങ്ങൾ കടന്നു പോകുന്നു അത്രേ ഭഗവാന്റെ. ബ്രഹ്മാവ് ഇങ്ങനെ സ്തംഭിച്ചു നോക്കി നിന്നാ ആ കൊച്ചുണ്ണിയായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലൂടെയും ഓരോ ബ്രഹ്മാണ്ടങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ കടന്നു പോകുന്ന കാഴ്ച കണ്ടിട്ട് ബ്രഹ്മാവ് സ്തംഭിച്ചു പോയി ഇത്രേ. ഇത് ഒരു ശ്ലോകം എടുത്തേ. ഇതുപോലെ എത്ര ശ്ലോകങ്ങളിലാണ് ഈ അമൃതരസം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഇരുന്ന് മനനം ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമൃത സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി അങ്ങ് പോവും. ഭഗവാൻ നമ്മളെ വലിച്ചുകൊണ്ടേ പോവും. എല്ലാ ഭാഗവത രസികന്മാർക്കും ഭാഗവത ആസ്വാദകർക്കും സംഭവിച്ചിരിക്കണം ഇത് തന്നെയാണ്. ഭഗവാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് അങ്ങ് പോവും. ആ ഉണ്ണി നമ്മളെ വലിച്ചുകൊണ്ട് അങ്ങ് പോവും. അത് തന്നെയാണ് ആ പ്രളയ അവസാനം 12ാം സ്കന്ധത്തില് മാർക്കണ്ഡേയ മഹർഷിക്ക് സംഭവിച്ചു. അത് തന്നെ, അങ്ങനെ അങ്ങ് വലിച്ചുകൊണ്ട് അങ്ങ് പോവും. മായാസിദ്ധാന്തം വർണ്ണിക്കുന്ന സമയത്തും അത് തന്നെയാണ്, അങ്ങനെ വലിച്ചുകൊണ്ട് പോകും. ഞാനൊന്ന് സ്പർശിച്ചതാ എല്ലാ ഭാഗവും. അത്രയും മഹത്വം, എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും മഹത്വം ഈ ഭാഗവത കഥകൾ എന്ന് പറയുന്ന കഥകളുടെ അകത്ത് സാരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് മുഴുവൻ ഈ പറഞ്ഞ വേദം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭഗവതിയെ അങ്ങനെ പറയാം, ദേവി ഭാഗവതത്തിൽ അങ്ങനെ പറയാം, മഹാമായെ
ഈ പറഞ്ഞ സകല ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി അർത്ഥം കണ്ണങ്ങനെ പാതി അടച്ചു തുറക്കുമ്പോഴത്തേക്കും ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കാനുള്ള ആ പരാശക്തി ഇങ്ങനെ തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്ന് ശബ്ദബ്രഹ്മമായി താൻ സൃഷ്ടിച്ച ഈ ചരാചരങ്ങളിൽ മനുഷ്യർക്കും എല്ലാവർക്കും വലിയ ആനന്ദം അനുഭവിക്കാൻ ഇടയാവട്ടെ എന്ന് കരുതിയിട്ടാണ് അത്ര വേദം പ്രകാശിപ്പിച്ചത്. അങ്ങനെയാണ് പറയാ, വേദം പ്രകാശിപ്പിച്ചത് അതിനാണ്. എന്താ, നല്ല ആനന്ദം അനുഭവിക്കട്ടെ, സ്വന്തം ഉള്ളിൽ തന്നെ ഒഴുകുന്ന ഈ ആനന്ദം അനുഭവിക്കാറാവട്ടെ, താൻ തന്നെയാണ് ആനന്ദം എന്ന് അനുഭവിക്കാറാവട്ടെ, അനുഭവിച്ചറിയുമാറാകട്ടെ എന്നറിയാനാണ് വേദം പ്രകാശിപ്പിച്ചത്. ആ വേദം കടഞ്ഞാൽ നേരത്തെ പറഞ്ഞ് ഭാഗവതമാകുന്ന അമൃതരസം കിട്ടും. ആ അമൃതരസം ധാരാളമായി കുടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നട്ടെ. സമയക്രമം ഉണ്ടെങ്കിൽ അത് പറയണത്. അപ്പോൾ ആ ഭാഗവതമാകുന്ന അമൃതരസം കുടിക്കാനായിട്ടാണ് നമുക്ക് കലികാലത്ത് ഭക്തന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുവർണ അവസരം. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും തീരില്ല. അപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ഭക്തജനങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഷഡ്ദർശനങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും എല്ലാ പുരാണങ്ങളുടെയും എല്ലാ സംഹിതകളുടെയും അന്തസാരം ഒരേ ഒരു പരമ്പൊരുളിനെ കുറിച്ചാണ്. വേദത്തിൽ നോക്കൂ, വേദത്തിലെ പദഭാഗം തന്നെ കാണാം ഭാഗവതത്തിലും. വേദത്തിലെ വ്യാകരണ ഭാഷ തന്നെ ഭാഗവതത്തിൽ കാണാം. വേദത്തിലെ പ്രതിപാദ്യം എന്താണ്? ഒരേ ഒരു പരമ്പൊരുളിനെ അഗ്നിയായും രുദ്രനായും ബ്രഹ്മാവായും ഏതെല്ലാം രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ അത് തന്നെ ഇവിടെ മത്സ്യക്കൂർമ്മ വരാഹ രൂപത്തിൽ നമ്മളിവിടെ ധ്യാനിക്കുന്നുണ്ട് ഭാഗവതത്തിലെ. ഇനി വേദത്തിലെ മന്ത്രോച്ചാരണങ്ങൾ തന്നെ സമാനമായ മന്ത്രോച്ചാരണങ്ങൾ ഭാഗവതത്തിൽ കാണാം. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് വിധത്തിൽ നോക്കിയാലും വേദത്തിന് സമാനമായ, കാരണം വേദം രചിച്ചതും വേദം വ്യസിച്ചതും ഭാഗവതം രചിച്ചതും ഒരേ ഒരു മഹർഷീശ്വരൻ തന്നെയാണ്. ഇത് അവരുടെ ഒരു ഏറ്റവും വലിയ താല്പര്യം എന്തായിരുന്നു? ഈ മഹർഷീശ്വരൻ ഇത് രചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം എന്തായിരുന്നു? ഏത് വിധത്തിലും കലികാലത്ത് മനുഷ്യരെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇതിൻ്റെ മുന്നിലെത്തി ശരിക്കും ശാസനാരൂപത്തിലെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് മനുഷ്യനെ നന്നാക്കിയെടുക്കുക, ധർമ്മത്തിലൂടെയും മോക്ഷത്തിലേക്ക് എത്തിക്കുക. ഇതാണ് നമ്മുടെ ഭാരതീയ ദർശനങ്ങളുടെ മുഴുവൻ ആത്യന്തികമായ ലക്ഷ്യം. എന്താ? നമ്മളെ ഈ ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കൂത്രേ. ഒരു പ്രയോഗം കാണാം, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സാധാരണ പ്രയോഗം, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. എന്താ? ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാനുള്ള ഒരു ജസ്റ്റിഫിക്കേഷനാണേ. പക്ഷെ ഭാഗവത ശാസ്ത്രത്തിൽ അതില്ല. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കില്ല. ഇവിടെ ലക്ഷ്യവും മാർഗവും ഒന്ന് തന്നെയാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു അവസ്ഥ അതാ. ലക്ഷ്യവും മാർഗവും ഒന്ന് തന്നെയാ. ഭക്തി തന്നെ മാർഗം, ലക്ഷ്യവും ഭക്തി തന്നെ. എന്തായി തീരണം? സ്വയം പ്യൂരിഫൈ ചെയ്യുക, സ്വയം വിമലീകരിക്കുക, സ്വയം ശുദ്ധനാവുക. ഏറ്റവും ഒടുവിൽ എന്ത് മനസ്സിലാവും? തൻ്റെ അന്ധക്കരണം, തൻ്റെ ചിത്തത്തിൻ്റെ അധിപനായ വാസുദേവൻ ആണ്. അതെപ്പോഴും തൻ്റെ ചിത്തം ശുദ്ധമാണ്. മനസ്സിൻ്റെ ഒരു ഭാഗം എപ്പോഴും ശാന്തമാണ്. നമ്മൾ ഈ ധ്യാനമൊക്കെ പരിശീലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു ഭാഗം നമ്മുടെ മനസ്സിൻ്റെ ഒരു കേന്ദ്രം ആങ്കർ ചെയ്യണ പോലെയാ, ഈ ഷിപ്പ് ആങ്കർ ചെയ്യണ പോലെയാ. ഒരു കേന്ദ്രം എപ്പോഴും ശാന്തമാണ്. അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പുറയ്ക്കാം. എത്ര വർഷം കൊണ്ടാണെന്നറിയാമോ ഇരിപ്പുറച്ച് കിട്ടുക? കുറേ വർഷം വേണം, നിരന്തരം. ചിലർക്കത് വളരെ എളുപ്പം സാധിക്കും. ഞാൻ ഇത്ര വർഷം എന്നൊന്നും പറയില്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെയും ശ്രമം പോലിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഇരിപ്പുറയ്ക്കാം. ഇരിപ്പുറച്ചു കഴിഞ്ഞാൽ പതിയെ ഈ പറഞ്ഞ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ ഭാഗവതം പറയുമ്പോൾ ഈ ആചാര്യന്മാരെപ്പോഴും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണത്? എന്താ പറയാ? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ വേണം ഭാഗവതത്തിനുള്ള, വിശ്വാസമൊന്നും വേണ്ട. വിശ്വസിക്കേണ്ട ഭാഗവതത്തെ എന്നാ ഞാൻ പറയാം. ഭാഗവതത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു അന്വേഷകന്റെ ത്വരയോടുകൂടി എക്സ്പ്ലോർ ചെയ്താൽ മതി. ഏത് ഗ്രന്ഥത്തെയും ഏത് മാർഗത്തെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ? എന്താ ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം? അടുത്തേക്ക് നീങ്ങുക, ഷത് ഇരിക്കുക, അടുത്ത് ചെന്നിരിക്കുക, ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുക. എന്നിട്ടെന്താ? തൻ്റെ ഗുരുവിൻ്റെ സവിധത്തിൽ ചെന്നിരുന്ന് ഗുരുവുമായി ഒന്നായി തീരുകയാണ്. ഗുരു പറഞ്ഞു കൊടുക്കുന്ന തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന വാക്യം അടുത്ത് ചെന്നിരുന്ന് കേട്ട്, സമയമാകുമ്പോൾ ഗുരു ഉപദേശിച്ചു കൊടുക്കുന്ന ഗുരുവാക്യം ശ്രവിച്ച് ഗുരുവിൻ്റെ അടുക്ക് ചെന്നിരുന്ന് ഈ സത്യത്തെ ഗ്രഹിക്കുക, സത്യമായി തീരുക. ഇതായിരുന്നു ഭാരതീയ ദർശനങ്ങളുടെ മുഴുവൻ ആത്യന്തികമായ ലക്ഷ്യം. ഇതാണ് സ്വയം തിരിച്ചറിയുക, സ്വന്തം സ്വരൂപത്തെ അറിയുക, ആത്മസ്വരൂപത്തെ അറിയുക, അഖണ്ഡമായ ബോധത്തെ
അനുഭവിച്ചറിയുക, അതാണെന്നറിയുക. ഇതാണ് ഭാരതീയ ദർശനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരുഷമാണ്, ബലമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഉണർവിലേക്ക് ഉണരാനാണ് ഭാഗവതം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഉറക്കെ ശ്രദ്ധയോടുകൂടി നാമം ജപിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നല്ല ശ്രദ്ധയോടെ നാമം ജപിച്ചാൽ മതി, നല്ല ഉണർവ് വരും. ഒരു പ്രസംഗവും കഥാപ്രസംഗവും നടത്തണ്ട, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു തിരക്കും ഇല്ലാതെ എവിടേക്കും പോയി ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലൊന്നും ഇരുന്നൊന്ന് നാമം ജപിച്ച് നോക്കൂ, നല്ല ഉണർവ് തന്നെ വരാൻ തുടങ്ങും. ലളിതാ സഹസ്രനാമം ജപിച്ച് നോക്കൂ, ശരിക്കും ശ്രദ്ധയോടുകൂടി ഒരാവർത്തി വായിക്കാൻ പറ്റില്ല. ഞാൻ പറയണു, ഉറപ്പിച്ച് പറയണു, ശരിക്കും ശ്രദ്ധയോടെ ഒരാവർത്തി ലളിതാ സഹസ്രനാമം ജപിച്ചാൽ നമുക്കവിടെ പറഞ്ഞറിയിക്കാനാവാത്ത ഉണർവ് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. എൻ്റെ അനുഭവം ഉണ്ടോ ഞാൻ പറഞ്ഞേ? എത്ര വർഷം കൊണ്ടാണ് ശ്രദ്ധയോടുകൂടി ഒന്ന് ജപിച്ചാൽ. എന്താ കാരണം? അത്രയ്ക്കും അതിൻ്റെ ഘടന ഇങ്ങനെ ഓരോന്നിലും പറഞ്ഞാൽ തീരില്ല. ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ മന്ത്രങ്ങളിലും ഇങ്ങനെ താക്കോല്, നമ്മൾ പറയില്ലേ ബ്രഹ്മസൂത്രം എന്നാ പറയാ, നേരത്തെ പറഞ്ഞ എന്താ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നിക്ക്, താക്കോല് വെച്ചിരിക്കുക. നാരായണ എന്നുള്ള ഒരൊറ്റ നാമം മതി, അത് നിരന്തരം അഖണ്ഡമായി ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ താക്കോല് പതുക്കെ നമ്മുടെ ഉള്ളിലുള്ള താക്കോല് എവിടെയാണ് നമുക്ക് ശരിക്കും പലപ്പോഴും ആചാര്യന്മാരായിട്ട് സംസാരിക്കുമ്പോൾ പറയേ, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സത്യം അറിയാം, പക്ഷെ താക്കോൽ എവിടെയാണെന്ന് അറിയില്ല. എങ്ങനെ തുറക്കേണ്ട ദ്വാരം, ഈ വാതിൽ ഒരു മുറിക്കകത്ത് പെട്ടിരിക്കുകയാണെന്നറിയാം, ചിലർക്കതറിയില്ല. പക്ഷെ ഭൂരിഭാഗം പേർക്കും അറിയാം, ഒരു മുറിയുടെ അകത്ത്, ഒരു ഗുഹയുടെ അകത്ത് പെട്ടിരിക്കുക. ഈ ഗുഹയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ട്, അകത്താണോ പുറത്താണോ എന്നറിയില്ല. ആ താക്കോല് കയ്യിൽ കിട്ടാനുള്ള സൂത്രമാണ് ഇതെല്ലാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതങ്ങോട്ട് ഇട്ട് ആ ദ്വാരം അങ്ങോട്ട് തുറന്നാൽ അങ്ങോട്ട് അഖണ്ഡമായ അനന്തതയിലേക്ക് പ്രവേശിക്കുകയായി, ആനന്ദത്തിലേക്ക് പ്രവേശിക്കുകയായി, സച്ചിദാനന്ദ കട്ടയിലേക്കാണ് പിന്നെ പ്രവേശിക്കുന്നത്. പിന്നെ അനുഭവിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അതിലേക്കാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തൊക്കെയോ ചിലതൊന്ന് സ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമായി, അത് ഗ്രഹിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം മാത്രമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, ഭാഗവതം ശ്രദ്ധയോടുകൂടി നാരായണീയമോ ഭാഗവതമോ ലളിതാ സഹസ്രനാമോ ഏതാ നമ്മുടെ മനസ്സിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് ഒന്ന് കയ്യിലെടുക്കുക, അതിലേക്കൊന്ന് പതുക്കെ പതുക്കെ ശ്രദ്ധ കൊടുക്കുക, എന്നിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കുക. വിടരുത്, വിടാതെ പിടിക്കുക. വിടാതെ പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഈ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി അങ്ങനെയാന്ന് പറയും ഗുരുക്കന്മാരെ. എന്താ? നമ്മൾ പിടിവിട്ട് കളയും, പക്ഷെ അവർ പിടിച്ചാൽ പിന്നെ പിടിവിടില്ല. ഭഗവതി പിടിച്ചാൽ പിന്നെ പിടിവിടില്ല. അപ്പൊ എപ്പോഴും ഭഗവതിയുടെ നടക്കെ പോയിട്ട് പണ്ട് പറയും ആചാര്യന്മാരെ, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അമ്മ എൻ്റെ കൈയൊന്ന് പിടിച്ച് നടത്തണം, എനിക്കൊന്നും അറിയില്ല കേട്ടോ, ഞാനൊരു നിഷ്കളങ്കനാണ്, എനിക്ക് ഒരു വിദ്യയില്ല, വിദ്യാമായും നീ തന്നെയാണ്. അമ്മ എൻ്റെ കൈ പിടിച്ച് എന്നെ നേരായ വഴിയിലൂടെ നടത്തി ഒടുവിൽ അമ്മയുടെ ചരണാരവിന്ദങ്ങളിൽ തന്നെ എത്തിക്കണോട്ടോ എന്നങ്ങ് പ്രാർത്ഥിച്ചിട്ട് അമ്മയെ, അതായിരിക്കണം പ്രാർത്ഥന, അതാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കി, അമ്മ കറക്റ്റ് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു പ്രഭയല്ലേ! എന്തൊരു പ്രഭയ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കാൻ തോന്നും, അത് തന്നെ ഒരു ധ്യാനമാണ്. അകത്തേക്ക് ആ സ്വരൂപത്തിലേക്ക് തന്നെ നോക്കി നിന്നാൽ മതി, ആ രൂപത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുക. പലരും ക്ഷേത്രത്തിന്റെ മുന്നിൽ വരുമ്പോൾ കണ്ണടയ്ക്കണ കാണാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ക്ഷേത്രത്തിന്റെ മുന്നിൽ വരുമ്പോൾ കണ്ണൊക്കെ നല്ലോണം തുറന്ന് ഇമ പോലും വെട്ടരുത്. ഇമ വെട്ടണം നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രവർത്തനമാണ്. ഇമ പോലും വെട്ടരുത്, അങ്ങനെ നിർനിമേഷം നോക്കി നിൽക്കണം, ആ രൂപത്തെ ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് കണ്ണടച്ച് എവിടെയെങ്കിലും പോയിരുന്ന ശ്രദ്ധയോടുകൂടി ആ രൂപം മനസ്സിലുറപ്പിക്കണം. ഇതാണ് രൂപധ്യാനം. സഗുണ രൂപത്തിലും കൂടെ ഉറയ്ക്കും മനസ്സ്. എന്നിട്ട് അമ്മയുടെ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്താ, 1 പോയിന്റഡ് അറ്റൻഷനോട് കൂടി ഒരു ബിന്ദുവിലേക്ക് നമ്മുടെ മനസ്സിനെ നിർത്താൻ പതുക്കെ പതുക്കെ പഠിക്കുക. ഇതാണ് അഭ്യാസം. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അകത്തേക്ക് നോക്കി നിൽക്കുക, ആ രൂപത്തെ മനസ്സിലേക്ക് എടുക്കുക, അമ്മയുടെ രൂപം, ഇഷ്ടമുള്ള രൂപം മനസ്സിൽ ധ്യാനിക്കുക, എന്നിട്ട് മനസ്സിനെ ഒരു സ്ഥലത്തേക്ക്, ഒരു ബിന്ദുവിലേക്ക് ഉറപ്പിക്കുക. അങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് മാർഗമാണോ നിങ്ങൾക്ക് അഭിരുചിക്ക്, നിങ്ങളുടെ മനസ്സിന് സുഗമമായി തോന്നുന്നത്, ആ മാർഗം അവലംബിക്കുക. ഇന്ന മാർഗം എന്നില്ല, 33 കോടി മാർഗങ്ങളുണ്ടെന്ന് ഞാൻ പറയും. 33 കോടി വഴികളുണ്ട്, ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷെ സത്യത്തിലേക്ക് തന്നെ യാത്ര ചെയ്യുമാറാകട്ടെ. ഗുരുക്കന്മാരും ഗുരുനാഥന്മാരും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ രചിച്ച ഒരു നാമം സ്തോത്രമുണ്ട്, അതൊന്ന് ചൊല്ലാൻ ശ്രമിക്കാം. അത് ചൊല്ലി, അതിലെല്ലാം ഉണ്ട്, സകല വേദാന്തങ്ങളും ഉണ്ട്. അത് ചൊല്ലി അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ വന്നൊന്ന് തൊഴുതത്. നമ്മൾ പറയില്ലേ, നമ്മളൊക്കെ സാധാരണക്കാർ ഓരോരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും
ഓരോ അനുഭൂതി ഉണ്ടാവും. പൂർവ്വജന്മ ബന്ധങ്ങളാണ്. പലതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാറില്ല. ആ ശരിക്കും മെമ്മറൈസ് ചെയ്തെടുക്കണം പൂർവ്വജന്മങ്ങളൊക്കെ. ഇതും ഒരു സാധനയാണ്. നമുക്ക് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു അനുഭൂതി ഉണ്ടാവും. ഒരു ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളെ കാണുമ്പോൾ, ചില ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ, ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വൈബ്, ഒരു ഒരു പ്രത്യേക ഒരു സുഖം, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അവാച്യമായ ഒരു സുഖം കിട്ടും. അത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇരുന്നോളണം, നിശബ്ദമായി ഇരുന്നോളണം, നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊള്ളാം. നമ്മൾ എത്രയോ ജന്മങ്ങളിലൂടെ കടന്നു വന്ന യാത്രയിൽ ഓരോ സ്ഥലം അതുപോലെ വൈബ് കിട്ടിയ ഒരു ക്ഷേത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം. ഒരിക്കലെങ്കിലും ഇവിടെ വരുമെന്നോ ഇങ്ങനെ ഒരു സത്സംഗത്തെ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്, എന്തെങ്കിലും ഇവിടെ വന്നിരിക്കും, ഒരു സത്സംഗത്തെ പങ്കെടുക്കും, അമ്മയുടെ മുമ്പിലിരുന്ന് എന്തെങ്കിലും ഭഗവതിയെക്കുറിച്ചൊന്ന് സ്മരിക്കുവാനും പറയുവാനും ഒരു അവസരം ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതിന്ന് സാധിച്ചു. പല ഈ ആന്തരികമായ അനുഭവങ്ങളൊന്നും നമ്മൾ പബ്ലിക്കായിട്ട് പലപ്പോഴും വിളിച്ചു പറയാറില്ല. കാരണം ഈ അതീന്ദ്രിയമായ അനുഭവങ്ങൾ പലതും ഉണ്ടാവും ഈ യാത്രയിൽ. അതൊന്നും നമുക്ക് നിർവചിക്കാനാവില്ല. അത് നമ്മുടെ മാത്രം സ്വാനുഭവമാണ് മതം. ഓരോ വ്യക്തിക്കും സ്വാനുഭവമാണ് മതം. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ സന്ധ്യാസമയത്തൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്നപ്പോഴൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതി ഉണ്ടായിട്ടുണ്ട് അകത്തേക്ക് നോക്കുമ്പോഴൊക്കെ. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ എത്തിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ്, കർമ്മബന്ധങ്ങളാണ്. അതെല്ലാം നമുക്ക് ഓർമ്മയിൽ പതുക്കെ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ ധ്യാനം, മെഡിറ്റേഷനൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ അതെല്ലാം നമുക്ക് റിവീൽ ചെയ്ത് തരും. സാധകന്മാർക്ക് വേണ്ടി പറയാം, അതൊക്കെ നമുക്ക് തുറന്നു തരും. അപ്പം നമ്മൾ അനുഭവിക്കുന്ന നമുക്കൊരു ഉറപ്പുണ്ടല്ലോ, എന്തൊരു സന്തോഷമാണെന്നറിയാം. നമ്മൾ പോണ വഴി കറക്റ്റാണ്. നമ്മൾ കാണുന്ന വ്യക്തികൾ ഓരോരുത്തരും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അതിങ്ങനെ. അപ്പം അതിനെല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. അമ്മയുടെ തിരുമുൻപിൽ വന്നിരുന്ന വലിയ സന്തോഷം. ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഇവിടുത്തെ ക്ഷേത്ര ഭാരവികൾക്ക് പ്രത്യേകം അങ്ങോട്ടൊരു നമസ്കാരം, നന്ദി ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുകയാണ്. കാരണം അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്. കാരണം ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം ഒന്ന് സ്മരിക്കാനും ഓർക്കാനും ഈശ്വര സ്മരണ ചെയ്യാനും ഒക്കെ കിട്ടുന്ന, സദാ ഈശ്വര സ്മരണ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും 24 മണിക്കൂർ. അപ്പോഴാണ് ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥകൾക്കും പുറത്തുള്ള തുരീയം എന്ന് പറയുന്ന അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണരാൻ പറ്റുള്ളൂ. ഈ ശരീരം സംസാരിക്കുന്നതിന് സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ ശരീരം സംസാരിച്ചുകൊണ്ടിരിക്കുക വേദിയിൽ. ഇതിന് സാക്ഷിയായിട്ടാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഞാനിൻ്റെ നില. അതിലേക്ക് ഉണരാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് ഉണരാൻ സാധിക്കും. ആ അവസ്ഥയിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റേതാണ്. എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഗുരുനാഥൻ പകർന്നു തന്നാണ്. അതെല്ലാം പാലേലി ഗുരുനാഥൻ്റെയും ഇളമന ഹരിസാറിൻ്റെയും നന്ദിനി ടീച്ചറിൻ്റെയും ഇവിടെ തൃപ്പൂണിത്തുറയിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കളാണ്. അവരുടെയൊക്കെ പാതാരവിന്ദങ്ങളെ ഭക്തിയോടുകൂടി സ്മരിക്കുന്നു. അവരൊക്കെയാണ് ഭാഗവതം ഒഴുക്കി തന്നത്. അതല്ലാതെ നമ്മുടേതായിട്ട് ഒന്നുമില്ല. എല്ലാം ഇവിടെ നിന്ന് കിട്ടിയതാ. ഈ ശരീരവും അറിവും എല്ലാം ഇവിടെ നിന്ന് കിട്ടിയതാ. അതെല്ലാം എവിടേക്ക് തന്നെ കൊടുക്കണം? ഇവിടേക്ക് തന്നെ കൊടുക്കണം. ഒരു കൃഷികടം വീട്ടല പകർന്നു കിട്ടിയത് തിരിച്ചു കൊടുക്കണമെന്നാ. പിതൃകടം, കൃഷികടം, ദേവകടം ഭാഗവത്തിൽ പറയില്ലേ? ഇത് തിരിച്ച് പകർത്തി. അപ്പൊ നമ്മൾ വീണ്ടും ശൂന്യനാവും. പിന്നെ സ്വസ്ഥമായിട്ടിരിക്കാം. കൈ ഇങ്ങനെ പിടിച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. നിശബ്ദതയിലേക്ക് പോവാം. പവർ ഓഫ് സൈലൻസ് അനുഭവിക്കാം. ഈ 53 വർഷത്തെ ജീവിതാനുഭവത്തിൽ ഒരു കാര്യം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ഏറ്റവും സുഖം എന്താണെന്നറിയോ? ഏറ്റവും സുഖം എന്താ? നിശബ്ദതയിൽ വെറുതെ ഇരിക്കലാ. ഏതെങ്കിലും ഒരു മരച്ചോട്ടിൽ പോയിരുന്ന് എന്ത് സുഖാന്നറിയോ? മണിക്കൂറുകളോളം ഇരിക്കാം, ഒരു കുഴപ്പമില്ല, വേര് പിടിക്കും. എന്തൊരു സുഖാന്നറിയോ? എത്ര വർഷങ്ങൾ കൊണ്ടാണെന്നറിയാമോ അത് ആർജിച്ചത്? ഇപ്പം എനിക്ക് ഭയങ്കര സുഖം. ഇവൻ പ്രഭാഷണത്തിനൊന്നും പോകാൻ താല്പര്യമൊന്നുമില്ല. എന്താ കാരണം? ഈ ഇരിപ്പങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ശ്വാസം കടന്നു പോകുന്ന മാത്രയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല സുഖ. ഓരോ ശ്വാസം കടന്നു പോകുമ്പോൾ എന്തൊരു ആനന്ദമാണെന്നറിയോ? അത് ആദ്യമായിട്ട് അനുഭവിച്ചപ്പോൾ ഇത്രയും വർഷം നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചു പോയി. പക്ഷെ അത് ആ സമയത്തെ അത് കിട്ടുള്ളൂ. അത് കിട്ടിക്കഴിയുമ്പോഴാണ് ഇത്രയും കാലം എത്ര പ്രാവശ്യം ശരീരം ശ്വസിച്ച് കടന്നുപോയി. അത് കിട്ടുമ്പോഴോ എന്തൊരു സുഖ, എന്തൊരു ആനന്ദം. ഓരോ ശ്വാസം കടന്നു പോകുമ്പോൾ ഒരു നിർവൃതിയാണ്. ആ നിർവൃതി അനുഭവിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്താ കാരണം? ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കണത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ജീവിച്ചിരിക്കണത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കണ്ണ് കാണുന്നത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ചെവി കേൾക്കണത്. ഗുരുവായൂരപ്പൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ പ്രേരണ തരുന്നത് കൊണ്ടാണ് എല്ലാ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും നടക്കുന്നത്.
ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഗുരുവായൂരപ്പന് ഒരു പാദ നമസ്കാരം ചെയ്തുകൊണ്ടേയിരിക്കുക. ഭാഗവത്തിലെ ശ്ലോകങ്ങളിലൊക്കെ കാണാം ഇങ്ങനെ അകൃതാർത്ഥത ഒന്നല്ലേ ഗുരുവായൂരപ്പ എന്നാ ഓരോ ചില ശ്ലോകങ്ങളിലൊക്കെ. എന്താ? ആ, നന്ദിയില്ലാത്തവനായി പോകില്ലേ ഭഗവാനെ എന്ന്, ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചില്ലെങ്കിൽ. അങ്ങനെ ആക്കല്ലേ ഗുരുവായൂരപ്പ എന്നാ പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാവർക്കും ആ ഭക്തി ഉണ്ടാവട്ടെ. ഭക്തി ഉണ്ട്, അത് ക്രമത്തിൽ വർദ്ധിച്ച് 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 ആ ഉന്മത്താവസ്ഥ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.